Exodus chapter 15 verses 25 and 26. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ. പുറപ്പാട് 15, 25, 26 വാക്യങ്ങൾ. ശബ്ദമുയർത്തി വായിക്കാമോ ഒരുമിച്ച്? അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നിന്റെ സകല വിധികളിലും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. യെസ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലർ thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നിങ്ങളുടെ ദൈവം ആരാണ്? ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 23, 24 വാക്യങ്ങൾ. 1 Peter chapter 2 verses 23 and 24. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതിരിക്കുകയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 24-ാം വാക്യം അവസാന ഭാഗം എല്ലാവരും പറഞ്ഞാട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കോവിഡ് വന്നവരാണോ വന്നു പോയവരാണോ? സ്തോത്രം. ആരാണെങ്കിലും വലത് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. യേശുവിൻ്റെ, അങ്ങനെയല്ല, ശക്തിയോടെ വീട്ടിൽ പറയുന്ന ശബ്ദത്തിൽ, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന രണ്ടുപേരെ നോക്കി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞേ. യെസ്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട 12 പേരുകൾ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. എലോഹിം, സൃഷ്ടാവാം ദൈവം. അഡോനായ്, യജമാനായ ദൈവം. യഹോവ ഇരേ, കരുതലിൻ്റെ ദൈവം. യഹോവ നീസി, അതേ ജയത്തിൻ്റെ ദൈവം. യഹോവ ക്ഷമ, എന്നും കൂടെ ഇരിക്കുന്നവനായ ദൈവം. യഹോവ റോഹി, എൻ്റെ ഇടയനായിരിക്കുന്ന ദൈവം. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു പോകുമ്പോൾ one of the common names of Heavenly Father, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ടതായ പേരുകൾ ഒന്നാണ് യഹോവ ദൈവം. യഹോവ നിന്നെ സൗഖ്യമാക്കുന്നവനായ ദൈവം. സ്തോത്രം. സൗഖ്യം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് രക്ഷ മാത്രം പ്രസംഗിച്ചു വരുന്നതായ ഒരു സുവിശേഷകനാണ് എങ്കിൽ ഞാൻ പറയുന്നു, സോറി, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ഒരു പാർഷ്യൽ ഗോസ്പലാണ്. അത് ടോട്ടൽ ഗോസ്പൽ അല്ല. അത് ടോട്ടൽ ഗോസ്പൽ ആകുന്നത് എപ്പോഴാണ്? അത് ആത്മാവ്, അത് പ്രാണൻ, അത് ശരീരത്തെ മുഴുവനായി സ്പർശിക്കുമ്പോഴാണ് അത് പൂർണ്ണ സൗഖ്യമാകുന്നത്. അല്ലാതെ എവിടെയെങ്കിലും നിന്ന് നിങ്ങൾ സ്തോത്രം, അതെ രക്ഷ മാത്രം പറയുമ്പോൾ നല്ലത്, ഞാൻ നിങ്ങളെ മാനിക്കുന്നു. കത്തുന്ന നരകത്തിൽ നിന്ന് തേജസ്സിൻ്റെ സ്വർഗത്തിൽ ആത്മാക്കൾ എത്തുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷെ യേശുവിൻ്റെ ശുശ്രൂഷ നോക്കിയാൽ, ആദിമ പിതാക്കന്മാരുടെ ശുശ്രൂഷ നോക്കിയാൽ, സഭയുടെ ശുശ്രൂഷ നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ നോക്കിയാൽ, ജസ്റ്റ് രക്ഷ മാത്രമല്ല പറഞ്ഞു നടന്നത്. എവിടെയാണോ രക്ഷ പറഞ്ഞത് തൊട്ട് താഴെ അവർ സൗഖ്യവും പറയുകയുണ്ടായി. ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കത്തുന്ന സ്തോത്രം നരകത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. അതിൽ സന്തോഷമുണ്ടോ? കേട്ടില്ല. അതിൽ സന്തോഷമുണ്ടോ? ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആധാർ കാർഡിലും റേഷൻ കാർഡിലുമല്ല, ജീവന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ പേരിനെ ദൈവം എഴുതി എന്ന് പറയുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനത്തിന് ഉള്ളതാണ് ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. അഥവാ ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ് ദൈവത്തിൻ്റെ സൗഖ്യം. ദൈവജനത്തിനുള്ളതായ ഉടമ്പടിയാണ് സൗഖ്യത്തിൻ്റെ ഉടമ്പടി. എങ്ങനെ പറയാൻ കഴിയും? ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് ഇതാ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചതായ ആ ജനത്തെ നോക്കിയാണ് ദൈവം ഈ ഉടമ്പടി പറയുന്നത്. ശ്രദ്ധിക്ക്. സ്തോത്രം. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് മരുഭൂമിയിൽ പ്രവേശിച്ച ജനത്തെ നോക്കി ദൈവം ആദ്യം പറഞ്ഞ ഉടമ്പടി സൗഖ്യത്തിൻ്റെ ഉടമ്പടിയായിരുന്നു.
ആമേൻ. സ്തോത്രം. മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, അത് രക്ഷയെ കാണിക്കുന്നു. സ്തോത്രം. വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് ദാറ്റ്സ് ഈക്വൽ ടു സാൽവേഷൻ, അത് രക്ഷയെ കാണിക്കുന്നു. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് അത് സ്നാനത്തെ കാണിക്കുന്നു. അതെ, വീണ്ടെടുക്കപ്പെട്ടതായ ജനം കടലിലൂടെ ചെങ്കടലിലൂടെ നടന്നുപോയി വരികയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ മേഘത്തിലും സമുദ്രത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്ന് തിരുവചനം പറയുന്നു. അവർ മോശയോട് ചേർന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ സ്നാനപ്പെട്ട് ചേർന്നത് മോശയോടല്ല, മോശയേക്കാൾ വലിയവനായ കർത്താവ് യേശുവിനോട് ചേർന്നിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ എന്താണ്? നിങ്ങൾ കർത്താവ് യേശുവിനോട് ചേർന്നിരിക്കുകയാണ്. സോ യേശു കർത്താവിനോട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ജനത്തിന്, ദൈവജനത്തിന് ഉള്ള ഉടമ്പടിയാണ് സൗഖ്യത്തിൻ്റെ ഉടമ്പടി. സൗഖ്യത്തിൻ്റെ ഉടമ്പടി നാട്ടുകാർക്കുള്ളതല്ല, രക്ഷിക്കപ്പെടാത്തവർക്കുള്ളതല്ല, ദൈവജനത്തിന് നിങ്ങൾക്കുള്ളതാണ് സൗഖ്യത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 23-25 വീണ്ടും അതേ ജനത്തെ നോക്കി ദൈവം പറയുകയാണ്. പുറപ്പാട് 23-25 നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും, രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ആഹാരം കിട്ടിയാൽ ആക്രാന്തം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഓ കമോൺ. കള്ളം പറയാത്ത ചിലർ വന്നിട്ടുണ്ട്. സ്തോത്രം. ആഹാരം കിട്ടിയാൽ ആക്രാന്തം മാറ്റിവെച്ച കർത്താവേ സ്തോത്രം. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. യേശു കർത്താവേ, ഈ വെള്ളം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞിട്ട് കുടിച്ചാൽ അതിൽ വല്ല ഒമിക്രോണോ എന്തെങ്കിലും സ്തോത്രം, അതെ വൈറസ് ഉണ്ടെങ്കിൽ അത് ചത്തുപോയി ദൈവത്തിൻ്റെ ജീവൻ അതിന്മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും. നീ കുടിക്കുന്ന വെള്ളത്തിലൂടെ, കഴിക്കുന്ന ആഹാരത്തിലൂടെ രോഗം നിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. ഇത് ഏതോ ബിഷപ്പല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളുടെ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇന്ന് പകൽ സകല രോഗങ്ങളും, വാണുകൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. കാരണം നമ്മുടെ വീട് ഹോസ്പിറ്റൽ വാർഡ് അല്ല, പകരം സൗഖ്യത്തിന്റെ വീടായി തീരട്ടെ. അതെ, കാരണം കർത്താവ് അവൻ സൗഖ്യത്തിൻ്റെ ദൈവമാണ്. ദൈവജനത്തിനുള്ളതാണ് ഈ ദൈവിക സൗഖ്യം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നാട്ടുകാർക്കുള്ളതല്ല. സ്തോത്രം. വെള്ളമടിച്ച് ഉള്ളതല്ല ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാണ്. അതും ദൈവത്തിൻ്റെ മക്കൾക്കുള്ള അവകാശമാണ് സ്തോത്രം, രോഗസൗഖ്യം എന്ന് പറയുന്നത്. ആമേൻ. ഒരു ദിവസം കർത്താവ് യേശു ക്രിസ്തു സീദോൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ നിങ്ങൾക്ക് വായിക്കുവാൻ ഗുണം കഴിയും. അവിടെ ഒരു സ്തോത്രം, കനാന്യ സ്ത്രീ അത് യേശുവിൻ്റെ അടുക്കലേക്ക് നിലവിളിച്ചുകൊണ്ട് കടന്നു വന്നു. ആദ്യം യേശു ഒന്നും മിണ്ടിയില്ല. പിന്നെ അവസാനം കർത്താവ് നെഗറ്റീവ് ആൻസർ ആണ് പറഞ്ഞത്. അതല്ല എൻ്റെ ദൂത്. യേശുവിൻ്റെ അടുക്കലേക്ക് അവൾ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്താ പറഞ്ഞത്? മക്കൾക്കുള്ളതെടുത്ത് നായ്ക്കുട്ടികൾക്ക്, സ്തോത്രം, ജൂഡിക്കും ജിമ്മിക്കും ഇട്ടുകൊടുക്കല്ല്. മക്കൾക്കുള്ളത് എടുത്ത് അത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കല്ല്. സോ അതിനർത്ഥം രോഗശാന്തി എന്ന് പറയുന്നത് അത് സ്തോത്രം മക്കൾക്കുള്ള അപ്പമാണ്. രോഗശാന്തി എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ ദൈവത്തിന് മക്കൾക്കുള്ളതായ അപ്പമാണ്. ഹേ, ഇന്ന് പകൽക്കാലം രാജാതി രാജാവ് ഒരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ആ ടേബിളിൽ സ്തോത്രം കുറച്ച് അപ്പം ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊരു സിംഗിൾ പീസ് ആയിട്ടല്ല ഇരിക്കുന്നത്, അത് തകർന്നിരിക്കുന്നതായ അപ്പമാണ്. കാരണം ആ അപ്പം എന്തുകൊണ്ടാണ് തകർക്കപ്പെട്ടത്? യോഹന്നാൻ 6 സ്തോത്രം അതെ 48 നിങ്ങൾ വായിക്കുമ്പോൾ, 51 നിങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 6:36 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശു ആരാണ്? ജീവന്റെ അപ്പം. ആ യേശു നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു. യേശു ക്രൂശിൽ നിങ്ങളുടെ വേദനകളെ ചുമന്നു. യേശു നിങ്ങളുടെ ഡയബറ്റിക് വഹിച്ചു. യേശു നിങ്ങളുടെ ഷുഗർ, യേശു നിങ്ങളുടെ ബ്ലഡ് പ്രഷർ വഹിച്ചു. യേശു നിങ്ങളുടെ ക്യാൻസർ വഹിച്ചു. നിങ്ങളുടെ സകല രോഗങ്ങളെ യേശു കർത്താവ് വഹിച്ചു. അങ്ങനെ അവൻ ഉടയ്ക്കപ്പെട്ടവനായി തീർന്നു. സ്തോത്രം. ആ യേശുവിന്റെ അടിപ്പിണരാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ സൗഖ്യം കടന്നു വന്നിരിക്കുന്നു.
കാരണം ദൈവം സൗഖ്യത്തിൻ്റെ കർത്താവാണ്. എനിക്ക് മാസങ്ങൾ, ആഴ്ചകളല്ല മാസങ്ങൾ ഇത് പറഞ്ഞു നിൽപ്പാൻ കഴിയും. പഴയ നിയമത്തിലെ ഉടമ്പടിയെ സൗഖ്യം, പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ സൗഖ്യം, 39 അടിപ്പിണരുകൾ, 39 ബേസിക് രോഗങ്ങൾ. സ്തോത്രം. അതെ, ക്രൂശിൽ സംഭവിച്ചത് കോസ് ഓഫ് സിക്നെസ്, ശാപമാണോ അനുഗ്രഹമാണോ, അങ്ങനെ സ്തോത്രം, ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, സ്തോത്രം, ദൈവത്തിൻ്റെ ജനത്തിന് ഒരുക്കിയിരിക്കുന്ന ഒരു വിരുന്നശാല ഒരുക്കിയിരിക്കുന്ന ആഹാരം പോലെ, ഞാൻ ആവർത്തിക്കുന്നു, ദൈവജനത്തിന് വിരുന്നശാലയിൽ മേശമേൽ ഒരുക്കി വച്ചിരിക്കുന്ന ആഹാരം പോലെ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യമാണ് ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. ഇന്ന് പകൽ ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നത്, ഐ ഗ്യാരണ്ടി ടെൽ യു, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ അത്ഭുതകരമായി സൗഖ്യമാകുവാൻ വേണ്ടി പോകുകയാണ്. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ആന്തരികങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നു, നിങ്ങളുടെ ആസ്തികളെ ദൈവം സൗഖ്യമാക്കുന്നു, നിങ്ങളുടെ മജ്ജയെ ദൈവം സൗഖ്യമാക്കുന്നു, നിങ്ങളുടെ മുഴുവൻ ദേഹത്തെയും അവൻ സൗഖ്യമാക്കുന്നു. അർത്ഥം, എല്ലാ പേശികളെയും ദൈവം സൗഖ്യമാക്കുന്നു. ചില വാക്യങ്ങൾ നമുക്ക് കേട്ടുപോകാമോ? സദൃശവാക്യം 3-ാം അധ്യായത്തിലേക്കും അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, പ്രോവർബ്സ് ചാപ്റ്റർ 3 അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ വേദപുസ്തകം പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അർത്ഥം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ദ ഹോൾ ഹാർട്ട്. ദാറ്റ് മീൻസ്, സ്തോത്രം, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ വന്ന് ഈ ചെയറിൽ, ഈ കസേരകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന് കാലുണ്ടോ എന്ന് ആരെങ്കിലും നോക്കിയതായി ഞാൻ കണ്ടില്ല. ഇതിന് എൻ്റെ വെയിറ്റ് താങ്ങാൻ, എൻ്റെ 73 കിലോ താങ്ങാൻ ഇതിന് വെയിറ്റ് ഉണ്ടോ എന്ന്, സ്തോത്രം, അതേ ആരെങ്കിലും നോക്കിയതായി എനിക്കറിയാത്തില്ല. സ്തോത്രം, നിങ്ങളങ്ങ് ഇരിക്കുകയായിരുന്നു, പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങളങ്ങ് പെട്ടെന്ന് ഇരിക്കുകയായിരുന്നു. ആ കസേരയിൽ ഇത്രയും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ സൃഷ്ടിച്ച തമ്പുരാനിൽ എത്ര വലിയ വിശ്വാസമാണ് നിങ്ങൾ വയ്ക്കേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ, പകുതിയല്ല, പകുതി നിംസിനും കിംസിനും കൊടുത്തിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പറയല്ലേ, എനിക്കറിയാം, ഞാനിത് കുറച്ച് കണ്ടതാണ്. നോ, സ്വന്തം ഹൃദയത്തിൽ ഊന്നരുത്. സ്തോത്രം, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നിലച്ചുകൊള്ളുക. ദൈവം നിന്റെ പാതയെ നേരെയാകും. സ്തോത്രം, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 8-ാം വാക്യം, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും നിന്റെ അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. നിന്റെ ആ നാഭിക്ക് ആരോഗ്യവും നിന്റെ അസ്ഥികൾ തണുപ്പമായിരിക്കും. നിങ്ങളുടെ ആസ്തികൾക്ക് തണുപ്പായിരിക്കും. ആസ്തി രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഇത് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കട്ടെ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ. സകല ആസ്തി വേദനകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങളത് വാദമെന്നായിരിക്കാം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ സൗഖ്യമാകട്ടെ. നിന്റെ നാഭിക്ക് ആരോഗ്യം, നിന്റെ അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അസ്ഥി പുറമേ കാണാൻ പറ്റത്തില്ല. നാഭി എന്ന് പറയുന്നത് അംബ്ലിക്കക്കോട്, അമ്മയിൽ നിന്ന് സ്തോത്രം, അത് ആരോഗ്യം വലിച്ചൂറ്റി, അല്ലെങ്കിൽ സ്തോത്രം പ്രോട്ടീൻ വലിച്ചൂറ്റിയാണ് ആ കുഞ്ഞ് വളർന്നത്. അമ്മയുടെ ഗർഭം മുതലേ ചുമന്നു വന്ന രോഗങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ സ്തോത്രം, നോക്ക്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ ആടിപ്പിണറുകളാൽ ഇന്ന് പകൽക്കാലം സൗഖ്യമാകുന്നു. ഹല്ലേലൂയ, ആസ്തികൾ സൗഖ്യമാകുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. കടന്നു വന്നാട്ടെ. വീണ്ടും 4-ാം അധ്യായം, സദൃശവാക്യം 4-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെ. പ്രോവർബ്സ് ചാപ്റ്റർ 4, സദൃശവാക്യം 4-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക. സ്തോത്രം, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നു. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നു. സ്തോത്രം, അസ്ഥികൾക്ക് മാത്രമല്ല സർവ്വദേഹത്തിന് സൗഖ്യം ആകുന്നു. സ്വന്തം കരത്തെ മറുപടി ചേർത്ത് വെച്ചാട്ടെ. സ്തോത്രം, സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നു. സ്തോത്രം, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിനെ കുറിച്ചാണ് 20-ാം വാക്യം പറയുന്നത്. 1, ദൈവത്തിൽ വിശ്വസിക്കുന്നു. 2, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നു. 20-ാം വാക്യം, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രവി തരിക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക്കാം. എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക്കുക. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ, വചനം അനുസരിക്കുക. പെട്ടെന്ന് പറഞ്ഞേ,
വചനം അനുസരിക്കുമ്പോൾ, വചനം കേൾക്കാനുള്ളതല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും സ്തോത്രം കേൾക്കാനുള്ളതല്ല, വചനം അനുസരിക്കുമ്പോൾ നിന്റെ സർവ്വദേഹത്തിലും ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കുന്നു. ചുമ്മാ നടക്കുന്നവനെ അനുഗ്രഹിക്കുമെന്നല്ലോ ദൈവം പറഞ്ഞത്. ഈ ന്യായപ്രമാണത്തിലെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുമ്പോൾ, ആവർത്തനം 28:1, ഈ ന്യായപ്രമാണത്തിലെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുമ്പോൾ തുടർന്നുള്ള 14 വാക്യങ്ങളുള്ള അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ സിദ്ധിക്കും. വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും, വായിൽ നീ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും, എക്സെട്രാ എക്സെട്രാ. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിന് ചെവി ചായ്ക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ദൈവമക്കളാക്കുന്ന നമ്മൾ അനുസരിക്കുമ്പോൾ, നാട്ടുകാരൻ അനുസരിക്കത്തില്ല, നമ്മൾ അനുസരിക്കും. നമ്മൾ എന്ത് വില കൊടുത്തും അനുസരിക്കും. പലപ്പോഴും സാഹചര്യം പ്രതികൂലമായിരിക്കും. പ്രതികൂലത്തിന്റെ നടുവിൽ ഇന്നലെയും പലർ ഇറങ്ങി വന്ന് സ്നാനപ്പെട്ടതുപോലെ പ്രതിസന്ധിയിലും പ്രതികൂലത്തിന്റെ സമയത്തും ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ കർത്താവിന്, വചനമാകുന്ന കർത്താവിന് കൈയും കെട്ടി വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല. വചനം എവിടെയാണോ അനുസരിക്കുന്നത് അവിടെ ദൈവം ഇറങ്ങി നിൽക്കും. ഏത് തീച്ചൂളയാണെങ്കിലും ശത്രുക്ക് മേശ അഭേദനകോപ് വചനം അനുസരിച്ചപ്പോൾ ദൈവം ആ തീയിൽ ഇറങ്ങി നിന്നതുപോലെ വചനം എവിടെയാണോ അനുസരിക്കുന്നത് ആ ICUയിൽ നിന്ന് ദൈവം തന്നെ പുറത്തു കൊണ്ടുവരും. ആ ഡോക്ടേഴ്സ് റൂമിൽ പിന്നെ കയറേണ്ട ഗതികേട് വരികയില്ല. ആ സ്ട്രോങ് മെഡിക്കേഷനിൽ നിന്ന് പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ സർവ്വദേഹത്തിന് സൗഖ്യം. ബൈബിൾ പറയുന്നു സർവ്വദേഹത്തിന് സൗഖ്യം ഉണ്ടാകും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഒരു വാക്യം കൂടെ, പുറപ്പാട് പുസ്തകം 23:25. ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു. ഇനി നോക്കണമേ, പുറപ്പാട് 23:25 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സേവിക്കുന്നു. സ്തോത്രം. അതെ, പുറപ്പാട്, നോട്ട് പ്രോവർബ്, പുറപ്പാട്. എക്സഡസ് ചാപ്റ്റർ 23:25. പുറപ്പാട് പുസ്തകം, സ്തോത്രം. എക്സഡസ് ചാപ്റ്റർ 23:25. അവിടെ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ദൈവമായ യഹോവയെ തന്നെ സേവിക്കണം. സേവിപ്പിൻ, സെർവ് ഹിം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തെ സേവിക്കണം. കേട്ടില്ല, ഒരിക്കൽ കൂടെ. ദൈവത്തെ സേവിപ്പിൻ, നിങ്ങൾ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു. നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞേ, കേട്ടിരിക്കാനുള്ളതല്ല. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുന്ന വീട്, ദൈവത്തിൽ വിശ്വസിക്കുന്ന സഹോദരൻ സഹോദരി, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന വീട്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന സഹോദരൻ സഹോദരി, ദൈവത്തെ സേവിക്കുന്ന വീട്. സാത്താൻ ആ വീടിനെ നോക്കി പറയട്ടെ, എൻ്റെ ആയുധം ആ വീട്ടിൽ വില പോകത്തില്ല. കാരണം അത് സാധാ വീടല്ല, അത് കർത്താവിനെ, ദൈവത്തെ സേവിക്കുന്ന വീടാണ്. ഹല്ലേലൂയ. ആ വീട്ടിൽ AC ഉണ്ട്, ആ വീട്ടിൽ അതേ വലിയ വലിപ്പമുള്ള TV ഉണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ വലിയ വിലയേറിയ കാർ കിടക്കുന്നു. നോ 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 നോ. അതിനേക്കാൾ ഉപരിയായി സകല വാഴ്ചകളും അധികാരങ്ങളും വിറച്ചുകൊണ്ട് പറയട്ടെ, അതും വല്ലാത്തൊരു വീടാ. അത് 100% കർത്താവിനെ സേവിക്കുന്ന വീടാണ്. കർത്താവിനെ സേവിക്കുന്ന വീടാണെങ്കിൽ ആ പഞ്ചായത്തിൽ, ആ വീട്ടിൽ രോഗം കാണുകയില്ലെന്ന്. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയ്. അനാവശ്യമായ ഒരു പാരസിറ്റമോൾ പോലും, ഒരു ഡോളോ 6 ഫീറ്റ് പോലും നിന്റെ മുറ്റത്ത് കയറത്തില്ലെന്ന്. ഓ കമാൺ, എനിക്കത് കാണണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ടാബ്ലറ്റ് പോരട്ടെ, ടാബ്ലറ്റ് പോരട്ടെ. ടാബ്ലറ്റ് പിടിച്ചല്ല രാവിലെ സ്തോത്രം ദിവസം തുടങ്ങേണ്ടത്. കർത്താവേ സ്തോത്രം, എൻ്റെ അസ്ഥികൾക്ക് തണുപ്പാണ്, എൻ്റെ നാഭിക്ക് ആരോഗ്യമാണ്, എൻ്റെ അസ്ഥികൾക്ക് ബലമാണ്. കാരണം യഹോവ റാഫ എൻ്റെ അപ്പനാണ്. അവൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവൻ ആരോഗ്യത്തിൻ്റെ ദൈവമാണ്. ഇതാ ഞാൻ ആരോഗ്യം രോഗശാന്തിയും വരുത്തി സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ദൈവം ആരോഗ്യത്തിന്റെ ദൈവമാണ്. മക്കൾക്കുള്ള അപ്പം ആവശ്യമുണ്ടെന്ന് പറയുന്നവർ കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. സോ ബേസിക് പാരാമീറ്റർ ആണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു, മാത്രമല്ല പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 5:14 വേദപുസ്തകം പറയുന്നു, സ്തോത്രം. അതെ, സഭയിൽ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പൻ. മൂപ്പനെ വിളിച്ചു വരുത്തുന്നത് കുറ്റം പറയാനല്ല, മറ്റുള്ളവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല. അവിടെ വേദപുസ്തകം പറയുന്നു, മൂപ്പന്മാരെ വിളിക്ക്, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. മൂപ്പൻ വന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ഓ ഗോഡ്, സ്തോത്രം. ക്രൈസ്റ്റ് സെന്ററിലെ സകല ശുശ്രൂഷകന്മാർ കേൾക്ക്, സ്തോത്രം. ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്, നഖമല്ല ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ സൗഖ്യത്തിന്റെ അനോയിന്റിംഗ് ഉണ്ട്, സൗഖ്യത്തിന്റെ ശക്തിയുണ്ട്. നീ കൈ വയ്ക്കോ, ജനം സൗഖ്യമാകണം.
ചാൾസ് ഫ്രാൻസ് ഹണ്ടർ എന്ന് പറയുന്നതായ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. ചാൾസ് ഫ്രാൻസ് ഹണ്ടർ, സ്തോത്രം. അതെ, ചാൾസ് ഹണ്ടർ, ഫ്രാൻസ് ഹണ്ടർ. അവരെ സ്തോത്രം ഇപ്രകാരമാണ് തങ്ങളുടെ സൗഖ്യത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്. പല സമയത്ത് ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി കരങ്ങളെ ഇങ്ങനെ നിവർത്തുമ്പോൾ, ശുശ്രൂഷയ്ക്കായി കരങ്ങളെ ഇങ്ങനെ നിവർത്തുമ്പോൾ, ആ വിരലുകൾ ഇങ്ങനെ നിവർത്തുമ്പോൾ മിന്നൽ പിണറുകൾ പോലെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ജനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, വിരലുകൾ ഇങ്ങനെ നിവർത്തുമ്പോൾ മിന്നൽ പിണറുകൾ പോലെ കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി അതേ ജനത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് ഇന്ന് പകൽക്കാലം ആവശ്യമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ഈ കരങ്ങൾ സൗഖ്യത്തിന്റെ വിടുതലിന്റെ കരങ്ങളാകട്ടെ. ഒരിക്കൽ കൂടെ സൗഖ്യത്തിന്റെയും കരങ്ങളുടെയും അതേ വിരലുകളാകട്ടെ. സൗഖ്യത്തിന്റെ കരങ്ങൾ, ഓ സ്തോത്രം, വിടുതലിന്റെ വിരലുകൾ. ഇൻ ജീസസ് നെയിം ആ ഇംപാർട്ടേഷൻ വിശ്വസിക്കുന്ന ജനത്തിന്മേൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മൂപ്പന്മാർ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു എന്ന്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്തോ ജനമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജനമാണ്. 4 പ്രധാനപ്പെട്ട ഹീലിംഗ് പാരാമീറ്റേഴ്സ് ആണ് അവിടെ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, സ്തോത്രം, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, 1 ദൈവത്തിൽ വിശ്വസിക്കുന്നു, 2 ദൈവവചനം അനുസരിക്കുന്നു, 3 സ്തോത്രം, അതെ 3 കർത്താവിനെ സേവിക്കുന്നു, 4 ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന, സേവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവജന. ഹേ, നിങ്ങളുടെ പ്രയോറിറ്റി അതാണ്. നിങ്ങളെ ഞാൻ വിളിക്കുന്നത്, നിങ്ങളെ കാണുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്ന, അനുസരിക്കുന്ന, സേവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവജന. ഒരിക്കൽ കൂടെ, വിശ്വസിക്കുന്ന, അനുസരിക്കുന്ന, സേവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവജനമെങ്കിൽ രോഗം നിന്റെ ക്യാമ്പസിന് പുറത്തായിരിക്കും. രോഗം നിന്റെ ശരീരത്തിൽ നിന്ന് ദൂരെയായിരിക്കും. അവർക്ക് വന്നത് നിനക്ക് വരികയില്ല. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ നീ ജീവിക്കുക. ആരോഗ്യമുള്ള ദീർഘായുസോടെ നീ ജീവിക്കുക. ആർക്കും വേണ്ടേ? ആരോഗ്യമുള്ള ദീർഘായുസോടെ നിങ്ങൾ ജീവിക്കുക. ഹല്ലേലൂയ. ദാവീദ് തന്റെ പൂർണ്ണ വാർദ്ധക്യത്തിലാണ് മരിച്ചത്. അബ്രഹാം തന്റെ പൂർണ്ണ വാർദ്ധക്യത്തിലാണ് മരിച്ചത്. സ്തോത്രം. ഈ ബൈബിളിൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. പൂർണ്ണ വാർദ്ധക്യത്തിൽ ആരോഗ്യത്തോടെയാണ് സ്തോത്രം ഭക്തന്മാർ മരിച്ചത്. യെസ്, നിങ്ങൾക്കുള്ളതായ അവകാശം, മക്കൾക്കുള്ളതായ അവകാശമാണ് ദൈവിക രോഗശാന്തി. വിശ്വസിക്കുന്ന അറിയുന്ന പകൽക്കാലം ഏറ്റെടുക്കട്ടെ. എന്നാൽ നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു, ഈ രോഗം വന്നതിന് ഒറിജിൻ എന്താണ്? രോഗത്തിന്റെ സ്തോത്രം കാരണം എന്താണ്? രോഗത്തിന്റെ കാരണങ്ങൾ പലത് പറയുമെങ്കിലും ഇന്ന് പകൽക്കാലം കാരണങ്ങളെയല്ല ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സൊല്യൂഷനാണ് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പ്രശ്നത്തെ അല്ല ഊതി പെരുപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് സ്തോത്രം, ഒറ്റക്കാര്യം കണ്ണുമടച്ച് നമുക്ക് പറയാൻ കൊണ്ട് കഴിയും. പാപം എപ്പോഴാണോ വന്നത്, അത് നിമിത്തമാണ് രോഗം കടന്നു വന്നത്. പാപം വന്നത് നിമിത്തം രോഗം കടന്നു വന്നു. നമുക്കറിയാം. സ്തോത്രം. അതെ, ആദം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാനല്ല, നീ തന്നതായ ഈ പെണ്ണുപിള്ളിയാണ്, ഈ ഭാര്യയാണ് സ്തോത്രം ഇതിനെല്ലാം കാരണമായത്. ഹല്ലേലൂയ. ഓ ഖമാൻ. ഹല്ലേലൂയ. 19 വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി 3:19 വായിക്കുമ്പോൾ അവിടെ സ്തോത്രം ആദമിനെ നോക്കി ദൈവമായ കർത്താവ് ഇതാ സ്തോത്രം പറയുകയാണ്, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്ത് വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. വിയർക്കുകയാണ്. സ്തോത്രം. അധ്വാനിക്കുകയാണ്. ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. നീ പൊടിയാകുന്നു, പൊടിയിൽ നിന്ന് സ്തോത്രം, പൊടിയിൽ നീ തിരികെ ചേരും. സോ അതുവരെയും നീ അധ്വാനിക്കുമെന്നോ വിയർക്കുമെന്നോ നീ ഇങ്ങനെയൊക്കെ സ്തോത്രം അതെ മരിച്ച് ഈ പൊടിയോട് ചേരുമെന്നോ ദൈവം പറഞ്ഞില്ല. എന്നാൽ പാപം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, നീ വിയർക്കാൻ പോകുകയാണ്, നീ ബലഹീനനായി തീരുവാൻ പോകുകയാണ്, നീ മരിപ്പാൻ വേണ്ടി പോകുകയാണ്. ഈ മണ്ണിൽ നിന്ന് ഞാൻ നിന്നെ എടുത്തു, അതുകൊണ്ട് നീ മണ്ണിലേക്ക് തിരികെ ചേരുവാൻ വേണ്ടി പോകുകയാണ്. വളരെ ശ്രദ്ധിക്ക്. പാപം എവിടെയുണ്ടോ അവിടെ വ്യക്തികൾ നശിക്കുന്നു. ഏത് വീട്ടിൽ പാപമുണ്ടോ ആ വീട് നശിക്കുന്നു. ഏത് ദൈവ പൈതലിൽ ദൈവദാസനിൽ പാപമുണ്ടോ അവൻ വെളിച്ചം കാണത്തില്ല, അവൻ നശിക്കുന്നു. കാരണം തിരുവചനം പറയുന്നു, റോമർ 6:23 വായിക്കുമ്പോൾ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എസെക്കിയേൽ 18:20 പറയുന്നു, സ്തോത്രം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം. എന്നാൽ ദൈവം പറഞ്ഞു, സ്തോത്രം, നോ 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 നോ, നീ മരിച്ച് സ്തോത്രം മൺമറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാപം മനുഷ്യരിലൂടെ വന്നെങ്കിൽ ആ മരണം ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, നിന്റെ പാപം, എൻ്റെ പാപം, മനുകുലത്തിന്റെ പാപം യേശുവിനെ കൊന്നുകളഞ്ഞു. റൈറ്റ്. സ്തോത്രം. നമ്മുടെ പാപമാണ് യേശുവിനെ ക്രൂശിച്ചത്. നമ്മുടെ പാപം നിമിത്തമാണ് യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത്. 2 കൊരിന്ത്യർ ലേഖനം 5:21 പറയുന്നു, പാപം ഇല്ലാത്തവനെ ദൈവം പാപമാക്കി
പാപം ഇല്ലാത്തവനെ ദൈവം പാപമാക്കി. ഹല്ലേലൂയ. സ്ഥലം പറഞ്ഞില്ല. ഒരു സ്ഥലത്ത് ഒരു പാസ്റ്റർ വീട്ടിൽ ഞാനിങ്ങനെ താമസിക്കുകയായിരുന്നു ഒരു 20 വർഷം മുമ്പ്. അപ്പോൾ രാവിലെ പാസ്റ്റർ എന്നെ വിളിച്ചുണർത്തി കട്ടൻ ചായ തന്ന് ഉറക്കം എഴുന്നേറ്റ് ആ വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ, അതിൻ്റെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 3.5-4 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ഇങ്ങനെ നടന്നു വരികയാണ്. ഈ മിക്കവാറും പെൺകുട്ടികൾക്ക് 9 വരവല്ല 10 വരെ ഉണ്ടായിരിക്കും. നമുക്കൊക്കെ 9 വരെയുള്ളൂ. പക്ഷേ മിക്കവാറും പെൺകുട്ടികൾക്ക് 10ാമത്തെ വരെ ഉണ്ടായിരിക്കും. ആ 10ാമത്തെ വരത്തിൻ്റെ പേരാണ് ഗിഫ്റ്റ് ഓഫ് ടോക്കിംഗ്. സ്തോത്രം, സംസാരിക്കുന്നവരം. അപ്പോൾ 3.5-4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിങ്ങനെ നടന്നു വരികയാണ്. ഞാനങ്ങനെ ആ കുട്ടിയെ നോക്കി, ഹായ് പാപ്പാ, സ്തോത്രം, എന്താ കുഞ്ഞേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലരെങ്ങനെ എന്നെ കൃത്യച്ച് നോക്കുന്നത് പോലെ ആ കുട്ടി എന്നെ കൃത്യച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉന്നെന്നാ കൊണ്ടു പോടുവേ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഉന്നെന്നാ കൊണ്ടു പോടുവേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവളെ ആ തൊണ്ടൻ മൂക്കും, സ്തോത്രം, ആ വല്ലാത്ത പ്രകൃതം. ഉന്നെന്നാൻ കൊണ്ടു പോടുവേ, നിന്നെ ഞാൻ കൊന്നുകളയും എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ കൊന്നു കളയും എന്ന കുട്ടി അറിഞ്ഞപ്പോൾ എൻ്റെ മലയാളം ബുദ്ധിയിൽ എനിക്ക് മനസ്സിലായി, ഇത് നഴ്സറി സ്കൂളിൽ നിന്നല്ല ഈ ചരക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു, മക്കളിങ്ങ് വന്നേ, അടുത്ത് വാ, ഇത് ആര് ചൊന്നത്, ഇതാര് പറഞ്ഞത്? അപ്പോൾ പാപ്പ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പ എൻ്റെ അമ്മയെ നോക്കി ഇങ്ങനെ പറയാറുണ്ട്, ഉന്നെന്നാൻ കൊണ്ടുപോടുവേ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, കർത്താവെ, അപ്പൻ പറയുകയാണ്, ഇപ്പോൾ കുഞ്ഞ് ഏറ്റു പറയുകയാണ്, 2 ദിവസം കൂടെ മീറ്റിംഗ് ഉണ്ട്, എന്നെ സൂക്ഷിച്ചോളണേ. ഉന്നെ ഞാൻ കൊണ്ടുപോടുവേ. എല്ലാ പാപത്തിനും എല്ലാ പ്രശ്നത്തിനും കാരണം രോഗമാണ്. എല്ലാ പ്രശ്നത്തിനും കാരണം പാപമാണ്. എല്ലാ പ്രശ്നത്തിനും കാരണം പാപമാണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്. എല്ലാ പ്രശ്നത്തിനും കാരണം പാപമാണ്. പാപം മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചു. പാപം മനുഷ്യനെ വിയർപ്പിലേക്ക് നയിച്ചു. പാപം മനുഷ്യനെ രോഗത്തിലേക്കും വിവിധ നാശത്തിലേക്കും നയിക്കുകയുണ്ടായി. ആദം, സ്തോത്രം, അതെ, എപ്പോഴാണ് പാപം ചെയ്തത്? അതുവരെ ആദമിൻ്റെ വയസ്സ് നമുക്കറിയത്തില്ല. സ്തോത്രം, ആദം എത്ര കാലം, എത്ര നൂറ്റാണ്ട്, ചിലപ്പോൾ എത്ര നൂറ്റാണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആരോഗ്യത്തോടെ ആദം വസിച്ചു നമുക്കറിയത്തില്ല. എന്നാണോ എപ്പോഴാണോ അവൻ വീണ് കഴിഞ്ഞത്, അത് തുടങ്ങി 930 വർഷം ഈ ലോകത്തിൽ അവൻ ജീവിച്ചിരുന്നതായി വേദപുസ്തകം പറയുന്നു. സ്തോത്രം, ആദമിനെ നോക്കി ദൈവം പറഞ്ഞു, സ്തോത്രം, അതെ, ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ബാക്കി ധാരാളം വൃക്ഷങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് വേറെ പഴങ്ങളുണ്ട് ആദാമേ, ലക്ഷക്കണക്കിന് വേറെ പഴങ്ങളുണ്ട് ആദാമേ. അത് പറിച്ച് തിന്ന് വയറ് നിറയ്ക്കാതാമേ, അത് പറിച്ച് തിന്ന് നന്നായി ജീവിക്കുക. മക്കളെ, ഇത് തൊടല് കേട്ടോ. അപ്പൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് അലമാരയുടെ മുകളിൽ ഒരു സാധനം വെച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇത് DDT ആണ്, ഇത് നിനക്കുള്ളതല്ല, ഇത് DDT ആണ്, നീ തൊടല്. ചെറുക്കനത് തന്നെ തൊടും. ചെറുക്കൻ അത് തൊട്ട് എന്താ DDT, അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവന് ഉറക്കം വരത്തില്ല. മനുഷ്യൻ്റെ സ്തോത്രം സഹജമാണ്, മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇത് എവിടെ നിന്നാണ് അവന് കിട്ടിയത്? സ്കൂളിൽ നിന്നല്ല, ഇത് ലഭിച്ചത് ഏതേൻ തോട്ടത്തിൽ നിന്നാണ്. ബാക്കി ലക്ഷക്കണക്കിന് പഴങ്ങളുണ്ട്, നീ അത് പറിച്ച് തിന്ന്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്, സ്തോത്രം, അത് നീ തുടരുത്, ഇത് നിനക്കുള്ളതല്ല, ഇത് നീ തിന്നരുത് എന്ന് പറഞ്ഞു. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവൻ അത് തന്നെ പറിച്ചു തിന്നു. അനുസരണക്കേട്. എല്ലാവരും പറഞ്ഞാട്ടെ, അനുസരണക്കേട്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, അനുസരണക്കേട്. സ്തോത്രം, അതെ, അനുസരണക്കേട്. അവൻ ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു, അവൻ പാപം ചെയ്തു, അത് നിമിത്തം അവൻ മരിച്ചു. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം അനുസരണക്കേടിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അനുസരണക്കേടിലാണ് അവനായിരിക്കുന്നത്. അവർക്കായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ എല്ലാവരും അനുസരണക്കേടിലാണ് ജീവിക്കുന്നത്. അനുസരണക്കേട് എപ്പോഴാണോ, സ്തോത്രം, അതെ, ആദാം കാണിച്ചത്, അതോടെ അവൻ്റെ ജീവിതം തീർന്നു. അവൻ അനുസരണക്കേട് കാണിച്ചു. സ്തോത്രം. സോ അപ്പോൾ തന്നെ അവൻ ആത്മീയമായി മരിച്ചു. പാപം ചെയ്തപ്പോൾ അവൻ ആത്മീയമായി മരിച്ചു. He lost the presence of God. He lost the koinonia, the communion with the Lord. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ അവന് നഷ്ടപ്പെട്ടു. അന്ന് മുതൽ അവൻ്റെ മരണം, സ്തോത്രം, മരണം ആരംഭിച്ചു. പക്ഷെ വളരെ ശ്രദ്ധിക്കുക, ഞാൻ ഈ പോർഷൻ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് എന്നെ കാണിച്ചതായ കാര്യം, സ്തോത്രം, അപ്പം തന്നെ ആദാം മരിച്ചെങ്കിൽ വേറെ ഒന്നും കാണാതെ, അതെ, വേറെ പ്രശ്നങ്ങളൊന്നും കാണാതെ അവൻ മരിച്ചു. ഈ പ്രശ്നമൊന്നും കാണാതെ മരിച്ചാൽ എത്ര ഭാഗ്യം എന്നറിയോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കുറിച്ച് കേട്ടപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരാൾ എന്നോട് പറഞ്ഞത്, അവൻ 2018 മരിച്ചു, ഭാഗ്യവാൻ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഭാഗ്യവാൻ? ലോട്ടറി ടിക്കറ്റ് അടിച്ചോ മരിച്ചപ്പോൾ? സ്തോത്രമില്ല, കൊറോണയും കോവിഡും ഒന്നും കാണാതെ അവൻ മരിച്ചു, 2018 മരിച്ചു. ഓ, അതാ കാര്യം. ആദാം, സ്തോത്രം, അതെ, ആദാം
ആദം പ്രശ്നം കാണാതെ, വേറൊരു തകർച്ച കാണാതെ ആ മരിച്ചിരുന്നെങ്കിൽ ഭാഗ്യവാൻ എന്ന് പറയാം. എന്നാൽ ഈ 930 വർഷത്തിനിടയ്ക്ക് ആദം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നതിനിടയ്ക്ക് ആദം മരിച്ചില്ലെങ്കിലും അവൻ സ്വന്തം വീട്ടിൽ മരണം കണ്ടു. ആദം സ്വന്തം വീട്ടിൽ മരണം കണ്ടു. മൂത്ത പുത്രനാകുന്ന കയീൻ രണ്ടാമത്തെ പുത്രനാകുന്ന ആബേലിനെ കൊന്നു. അതുവരെ ലോകത്തിൽ മരണമുണ്ടായിട്ടില്ല. ഓഹോ, ഇതാണ് മരണമല്ലേ? ഇതാണ് ദൈവം എന്നോട് പറഞ്ഞത്. സ്തോത്രം. അതെ, ഇത് അനുസരണക്കേട് കാണിച്ചാൽ മരണമുണ്ടാകും, നീ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ മരണം ആദാം കണ്ടു. സ്തോത്രം. മാതാപിതാക്കളെ മനസ്സിലാക്കണം, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതനുസരിച്ചാണ് നിങ്ങളുടെ തലമുറ ആയിത്തീരുന്നത്. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാം. നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഉപവസിക്കുന്നെങ്കിൽ, ഐ ഗ്യാരണ്ടി യു, യേശുവിന്റെ നാമത്തിൽ അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഹന്ന ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഭാവിയിൽ ശമൂവേൽ സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ പ്രവചിച്ചത്. ഇന്നും ദൈവകൃപയാൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതോ പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. വർഷങ്ങളായി വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്ന ഏതോ കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. എലിസബത്തിന്റെ ദൈവം, സാറയുടെ ദൈവം, അബ്രാമിന്റെ ദൈവം, ഹല്ലേലൂയ, നിന്റെ ദൈവമാണ്. ഈ വർഷം നിങ്ങൾ 2 പേരാണ്. അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിങ്ങൾ 3 പേരാകുവാൻ, അടഞ്ഞിരിക്കുന്ന ഗർഭത്തെ തുറക്കുവാൻ സർവശക്തനായ ദൈവം ശക്തനാണ്. കരങ്ങളടിക്കുന്നെങ്കിൽ ശക്തിയായി കരങ്ങളടിച്ച ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ ഇന്ന് പകൽക്കാലം മദ്യപിക്കുന്ന, വീട്ടിൽ സ്തോത്രം അതെ മറ്റു കൂട്ടുകാരെ വിളിച്ചു വരുത്തി ചീട്ട് കളിക്കുന്ന, വീട്ടിലിരുന്ന് സ്തോത്രം പാപപ്രവൃത്തി ചെയ്യുന്നതായ മാതാപിതാക്കൾ ശ്രദ്ധിക്ക്. ആദാമിന്റെ വീട് പാപിയുടെ വീട്. ആ പാപിയുടെ വീട്ടിൽ ശാപമുണ്ടെന്ന് സദൃശവാക്യം 3:33 പറയുന്നു. പാപിയുടെ വീട്ടിൽ ശാപമുണ്ട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതാ മൂത്തവൻ കൊലപാതകിയായി നിൽക്കുകയാണ്. കയീൻ കൊലപാതകിയായി. കയീൻ കൊലപാതകിയായതുകൊണ്ട് അവൻ ഇതാ ഊടാടി നടക്കുന്നു. അവനൊന്നിനും സക്സസ് ആകുന്നില്ല. അവൻ ടർണറാകാൻ പോയി, നടന്നില്ല. പ്ലംബർ ആകാൻ പോയി, നടന്നില്ല. ഇലക്ട്രീഷ്യൻ ആകാൻ പോയി, നടന്നില്ല. മേസ്ത്രി പണിക്ക് പോയി, നടന്നില്ല. ഒന്നിലും അവൻ സ്തോത്രം സക്സസ് ആകുന്നില്ല. അവൻ ഇതാ സ്തോത്രം ഒന്നിലും സക്സസ് ആകാതെ ഊടാടി നടക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒന്നിലും സക്സസ് ആകാതെ, ഒരു കോഴ്സിലും സക്സസ് ആകാതെ, ഒരു കമ്പനിയിലും സക്സസ് ആകാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ബി കെയർഫുൾ, ചെക്കപ്പ് യുവർ ലൈഫ്. സ്തോത്രം. കയീൻ ഒന്നിലും സക്സസ് ആകാതെ അവൻ ഊടാടി നടക്കുകയാണ്. അപ്പോൾ ഇതാ സ്തോത്രം രണ്ടാമത്തെ മകൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. ആബേൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ്. അതാ കണ്ടു, ഓഹോ ഇതാണോ മരണം? സ്തോത്രം. ഇതാണ് ദൈവം പറഞ്ഞത്. ഒന്നാമത്തെ ഡെഡ് ബോഡി കാണിക്കുകയാണ്. ലോകത്തിലെ ഒന്നാമത്തെ മൃതശരീരം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ നാറാൻ തുടങ്ങി. ഓഹോ, നല്ല നാറ്റമാണ്. അയ്യോ വേണ്ടായിരുന്നു കേട്ടോ. ആദം പറഞ്ഞു കാണും വേണ്ടായിരുന്നു, കൈ നീട്ടണ്ടായിരുന്നു. ഹവ്വ പറഞ്ഞു കാണും വേണ്ടായിരുന്നു, കൈ നീട്ടണ്ടായിരുന്നു. കൈ നീട്ടി അത് പറിച്ചത് കൊണ്ട് തലമുറ തകർക്കപ്പെട്ടു. ഒരുത്തൻ ഒന്നിലും നന്മ പ്രാപിക്കാതെ ഊടാടി നടക്കുന്നു. ഒരുത്തൻ ഒന്നിലും സക്സസ് ആകാതെ ഊടാടി നടത്തുന്നു. മറ്റവൻ സ്തോത്രമേതാ രക്തത്തിൽ കുളിച്ച് മരിച്ച് നാറി കിടക്കുന്നു. പാപം നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. പാപം നിങ്ങളുടെ ജീവിതത്തെ തകർക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ദൈവത്തിന്റെ കൃപയാൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, 103-ാം സങ്കീർത്തനം ഇവാൻസ് ബ്രദർ മനോഹരമായി വായിച്ച് നമ്മെ കേൾപ്പിച്ചു. അവൻ സകല രോഗങ്ങളിൽ നിന്നും സൗഖ്യമാക്കുന്നു. അതിന് തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്നു 103-ാം സങ്കീർത്തനം 3-ാം വാക്യം, അവൻ സകല പാപങ്ങളെ ക്ഷമിക്കുന്നു. സകല പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നോക്കതിന്റെ കണക്ഷൻ. ആദ്യം അകൃത്യം, ഇനിക്വിറ്റി. ആദ്യം സ്തോത്രം സകല അകൃത്യമൊക്കെ മോചിക്കുന്നു. ദൈവം എൻ്റെ സകല അകൃത്യം അഥവാ പാപം, ദൈവം എൻ്റെ സകല പാപത്തെ ക്ഷമിക്കുന്നു എന്ന് പറയുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. ദൈവം മലയാളിയല്ല, ദൈവം തിരുവനന്തപുരംകാരനല്ല. പുറപ്പാട് 34:7 പറയുന്നു, ഇതാ ഞാൻ സ്തോത്രം അതെ സകല പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് ദൈവം. രണ്ടിരിക്കുന്ന ഒരാൾ നോക്കി പറ, ദൈവം ക്ഷമിക്കുന്നു മറക്കുന്നു. പെട്ടെന്ന് പറ, ദൈവം ക്ഷമിക്കുന്നു മറക്കുന്നു. മീഖാ 7:15 പറയുന്നു, ആഴക്കടലിൽ നീ ഏറ്റുപറയുന്ന പാപത്തെ ദൈവം എറിഞ്ഞു കളയുന്നു. ദൈവം നിന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു. ദൈവം നിന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു എങ്കിൽ അതേ വോയിസിൽ ഞാൻ പറയട്ടെ, ദൈവം സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അതാണ് ദൈവത്തിന്റെ കഴിവ്. സകല പാപത്തെയും ക്ഷമിക്കുന്നവൻ, സകല രോഗത്തെയും സൗഖ്യമാക്കുന്നവൻ. ഒരിക്കൽ കൂടെ, സകല പാപത്തെയും ക്ഷമിക്കുന്നവൻ, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ. സകല പാപത്തെയും ക്ഷമിക്കുന്നവൻ, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ. ശബ്ദമുയർത്തി, സകല പാപത്തെയും ക്ഷമിക്കുന്ന ദൈവം, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം. സകല പാപത്തിന്റെ സ്വാധീനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ.
റോമർ 6:23 പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണം, നോ പ്രോബ്ലം. അത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ഒന്നാം ആദം നിമിത്തം പാപം ലോകത്തിൽ വന്നെങ്കിൽ, ഒന്നാം ആദാമിന്റെ അത് അനുസരണക്കേട് നിമിത്തം പാപവും മരണവും ലോകത്തിൽ വന്നെങ്കിൽ, ഒടുക്കത്തെ ആദാമിന്റെ അനുസരണ നിമിത്തം രക്ഷയും നീതീകരണവും ലോകത്തിൽ വന്നിരിക്കുന്നു. അതെ, പരിഹാരം വന്നു കഴിഞ്ഞു സഹോദരങ്ങളെ. പാപമില്ലാത്തവനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിന്റെ സകല പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ആ യേശുവാണ് നിന്റെ നീതി. റോമർ 5:1 പറഞ്ഞു, He is your righteousness. യേശുവാണ് നിങ്ങളുടെ നീതി. സ്വന്തം കരത്തെ മാർവോട് ചേർത്ത് വെച്ച് പറ, യേശുവിന്റെ നീതി, യേശുവിന്റെ നീതി. ഒരു വ്യക്തിക്കും ഒരു പിശാചിനും നിന്നെ വിളിച്ചുണ്ടി നീ ആള് ശരിയല്ല, നിനക്ക് ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല. എടോ പന്ന പിശാച്, എനിക്ക് ഒരു കുഴപ്പമില്ലടോ. എന്നെ നീതീകരിച്ചത് എന്റെ സ്തോത്ര കാഴ്ചയല്ല, എന്റെ ദശാംശമല്ല, എന്റെ വെള്ള ഉടുപ്പല്ല, ഞാൻ ആഭരണമിടാത്തതല്ല, എന്റെ വാട്ടർ ബാപ്റ്റിസം അല്ല, എന്റെ സ്നാനമല്ല, എന്റെ അന്യഭാഷയല്ല. എന്നെ നീതീകരിച്ചത് യേശുവിന്റെ വിലയേറിയ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ സർവശക്തനായ ദൈവം എന്നെ നോക്കി പറയുന്നത്, അതെ, നീ നീതിമാൻ. യേശുവിനെ പിതാവായ ദൈവം എങ്ങനെ അംഗീകരിച്ചിരിക്കുന്നു അതേപോലെ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്കുള്ളതാണ് സൗഖ്യം, നിനക്കുള്ളതാണ് സൗഖ്യം, നിന്റെ കുഞ്ഞിനുള്ളതാണ് സൗഖ്യം. ഒരു പിശാചിന് വഴിയിൽ നിന്ന് ട്രാഫിക് പോലീസ് കളിക്കാൻ പറ്റത്തില്ല. നിനക്കുള്ളതാണ് സൗഖ്യം. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടു? ഒരു ഭൂതത്തിനും ഒരു ക്ലെയിമും മാർക്ക് ഇടുവാൻ കൊണ്ട് കഴിയത്തില്ല. യേശു നിന്റെ രോഗം ഏറ്റെടുത്തത് കൊണ്ട്, യേശു നിന്റെ പാപം ചുമന്നത് കൊണ്ട് അവൻ നിന്റെ അകൃത്യം മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെ അവൻ സൗഖ്യമാക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് സൗഖ്യമായാൽ ആ സൗഖ്യം വേസ്റ്റ് ആകല്ല. ഒരുവനെ സൗഖ്യമാക്കി അനേക ക്രൂസേഡുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആയിരങ്ങൾ സൗഖ്യമാകുന്നത്. സ്തോത്രം. അതേ, സൗഖ്യമായി വീണ്ടും എന്ത് ചെയ്യണം? അവർ ദൈവത്തിന്റെ കൃപയിൽ തന്നെ ജീവിക്കണം. ചർച്ചിൽ പോകണം, സ്നാനപ്പെടണം, ആത്മാവിൽ നിറയണം, ദൈവത്തെ സേവിക്കണം. ഇല്ലെങ്കിൽ ആ സൗഖ്യം വേസ്റ്റ് ആണ്. ഇല്ലെങ്കിൽ സ്തോത്രം, അതേ, ആ പോയ രോഗം വീണ്ടും അതുപോലെ വീണ്ടും പാപ ജീവിതത്തിൽ ജീവിച്ചാൽ പോയ രോഗം വീണ്ടും തിരികെ വരും. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ബെഥസ്ദാ കുളക്കരയിൽ രോഗിയായി കിടന്നവനെ നോക്കി ഇപ്രകാരം പറഞ്ഞത്, അധികം തിന്മയായി ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. യോഹന്നാൻ 5:14. സ്തോത്രം. അതേ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയാതെ ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 പേർ ചുമന്നു കൊണ്ടുവന്നതായ പക്ഷപാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കി. സ്തോത്രം. പാപങ്ങളെ മോചിച്ച് കർത്താവിനെ സൗഖ്യമാക്കി. അതുകൊണ്ട് മനസ്സിലാക്കുക, വിടുതൽ പ്രാപിച്ചുവോ, സൗഖ്യം കിട്ടിയോ, ദൈവകൃപയാൽ പാപം ചെയ്യരുത്, പാപത്തിന്റെ വഴിയിൽ നടക്കല്ല. സ്തോത്രം. കാരണം പാപം നിമിത്തം രോഗം കടന്നു വരുന്നു. നമ്പർ 2, സ്തോത്രം, ഹെറിഡിറ്ററി, പലപ്പോഴും പാരമ്പര്യ പ്രകാരം രോഗം കടന്നു വരുന്നു. ഇന്ന് പകൽക്കാലം ആരെങ്കിലും പറയുന്നു, അപ്പൻ്റെ ഡയബറ്റിക്കാണ് എനിക്കുള്ളത്, കുടുംബത്തിൻ്റെ പ്രഷറാണ് ഞങ്ങൾക്കുള്ളത്, അതേ, ഞങ്ങളുടെ പൂർവികരുടെ ഹൃദയമാണ് എന്നിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്കിടെ എൻ്റെ സ്പീഡ് കൂടും, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സ്പീഡ് കുറയും, കയറ്റം കയറുമ്പോൾ ഞാൻ അണയ്ക്കും എന്നാരെങ്കിലും പറയുന്നെങ്കിൽ, സ്തോത്രം, ഈ ലോകത്തിൻ്റെ അപ്പൻ, ഈ ലോകത്തിൻ്റെ അമ്മ നിനക്ക് തിന്മ തന്നെങ്കിൽ സൽഗുണപൂർണനായ നല്ലൊരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോകത്തിലുള്ളതായ അപ്പനും അമ്മയും നിനക്ക് തരുന്ന തിന്മയായിരിക്കാം, പക്ഷെ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ അഡ്രസ് മാറി. സ്തോത്രം. ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. സ്തോത്രം. സ്വർഗത്തിലെ അപ്പൻ അവൻ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ സകല രോഗങ്ങളും സകല പാരമ്പര്യ രോഗങ്ങളും ഇന്ന് പകൽക്കാലം വേരോടെ ശരീരങ്ങളിൽ നിന്ന് പിടിതുമാറട്ടെ. ഹല്ലേലൂയ. എല്ലാ ഹെറിഡിറ്ററി രോഗങ്ങൾ, എല്ലാ പാരമ്പര്യ രോഗങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ പാരമ്പര്യ സ്വഭാവങ്ങളും മാറിപ്പോകട്ടെ. ആരെങ്കിലും സ്തോത്രം പറയുന്നു? എല്ലാ പാരമ്പര്യ സ്വഭാവങ്ങളും സകല പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. As your heavenly Father is perfect, be perfect. കർത്താവായ യേശു സ്തോത്രം പറയുകയാണ്, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. അടുത്തിരിക്കുന്ന 2 പേര് തൊട്ട് പറഞ്ഞോട്ടെ, അപ്പനെ പോലെ നമുക്കാകാം. പെട്ടെന്ന് പറഞ്ഞേ, അപ്പനെ പോലെ നമുക്കാകാം. കാട്ടക്കട ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്പനെ പോലെയല്ല, സ്വർഗത്തിൽ വസിക്കുന്ന അപ്പനെ പോലെ നമുക്കാകാം. സ്തോത്രം. അതേ, സ്വർഗത്തിലെ അപ്പൻ അവൻ പെർഫെക്റ്റ് ആണ്. 3-ാമതായി തിരുവചനം പറയുന്നു, the spirit of infirmity. പല സമയത്ത് രോഗത്തിന്റെ ആത്മാവ് നിങ്ങളെ ബന്ധിച്ച് സ്തോത്രം രോഗികളാക്കുന്നു. ഒരു ദിവസം യേശു കർത്താവ് പള്ളിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇതാ റാ എന്ന പോലെ ഒരു അമ്മച്ചി 18 വർഷമായി കുനിഞ്ഞ് നടക്കുകയാണ്.
റാ എന്ന് പറഞ്ഞ് സ്തോത്രം അവൾ കൂനിയായി നടക്കുകയാണ്. ലെസ്റ്റർ സംറാൾ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ അലാസ്കയിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടി കടന്നുപോയി. അദ്ദേഹം ഒരു ചർച്ചിൽ പോയപ്പോൾ ഒരു സൺഡേ സ്കൂൾ സ്തോത്രം ടീച്ചർ ഒരു അമ്മച്ചി ഇങ്ങനെ വരികയാണ്. അവളൊരു സ്റ്റാഫ് നേഴ്സാണ്, ഒരു രജിസ്ട്രേഡ് നേഴ്സാണ് അമേരിക്കയിൽ. അവളിങ്ങനെ നട്ടാൽ വളഞ്ഞാണ് വരുന്നത്. എക്സാക്ട്ലി യേശു കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന പോലെ ആ ദൈവത്തിൻ്റെ ദാസൻ ലെസ്റ്റർ സംറാൾ ആ മാതാവിന് നോക്കി. ഞാൻ പറയട്ടെ, അഭിഷേകത്തോടെ നിങ്ങൾ നോക്കുമ്പോൾ സ്കാനിങ്ങിന് കാണാൻ കഴിയാത്തത്, എക്സ്റേക്ക് കാണാൻ കഴിയാത്തത് നിങ്ങളുടെ കണ്ണുകളുടെ ഇന്ന് പകൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഏറ്റെടുക്ക്. യെസ് 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 ഏറ്റെടുക്ക്. സംഭവിക്കട്ടെ. ഇന്ന് പകൽ ഒന്നുകിൽ നീ സൗഖ്യമാകും, ഇല്ലെങ്കിൽ ആയിരങ്ങളെ സൗഖ്യമാക്കാൻ ദൈവം നിന്നെ സജ്ജമാക്കും. ഒന്നുകിൽ നീ സൗഖ്യമാകും, ഇല്ലെങ്കിൽ ആയിരങ്ങളെ സൗഖ്യമാക്കാൻ ദൈവം നിന്നെ സജ്ജമാക്കും. അതാണ് ഈ സർവീസിന്റെ പ്രത്യേകത. ഒന്നുകിൽ നീ സൗഖ്യമാകും, ഇല്ലെങ്കിൽ ആയിരങ്ങളെ സൗഖ്യമാക്കാൻ ദൈവം നിന്നെ സജ്ജമാക്കും. ദൈവദാസൻ ലെസ്റ്റർ സംറാൾ ആ മാതാവിനെ നോക്കി. അവർ നോക്കുമ്പോൾ മനസ്സിലായി, ഒരു വല്ലാത്ത ഒരു ഭൂതശക്തി, ഒരു ദുരാത്മാവ് അവളെ ബന്ധിച്ചിരിക്കുകയാണ്. അവളെ അടുക്കലേക്ക് വിളിച്ച് കർത്താവ് ചെയ്തതുപോലെ പ്രാർത്ഥിച്ച് അവളെ മേൽ കൈവച്ചു. ഒട്ടനെ അഴിച്ചുവിട്ട സ്പ്രിംഗ് പോലെ അവർ നിവർന്നു വന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇത് കഥാപുസ്തകമല്ല. അന്ന് കർത്താവിലൂടെ എന്ത് നടന്നു, അപ്പോസ്തലന്മാരിലൂടെ എന്ത് നടന്നു, അത് ഇന്ന് ദൈവകൃപയാൽ നമ്മുടെ തെരുവുകളിൽ, നമ്മുടെ ദേശത്തെ ദൈവകൃപയാൽ ഇന്നും സംഭവിക്കണം. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഒരിക്കൽ പ്രസംഗിച്ചിട്ട് പെൻഷൻ പറ്റിയവനല്ല, ഒരിക്കൽ സൗഖ്യമാക്കിയിട്ട് സ്തോത്രം പരിപാടി നിർത്തിയവനല്ല. അന്നത്തെ യേശു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഡിവൈൻ ഹീലിംഗ്, ദിവ്യമായ രോഗശാന്തി നമ്മുടെ ഡെയിലി റൊട്ടീനാകട്ടെ. ഡെയിലി റൊട്ടീനാകട്ടെ. എല്ലാ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ, എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെ ദൈവിക രോഗശാന്തി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആകട്ടെ. ദൈവിക രോഗശാന്തി ദൈവജനത്തിന്റെ ജീവിത ഭാഗമാകട്ടെ. ആർക്കും വേണ്ടേ? കമാൻ. ദൈവിക രോഗശാന്തി നിങ്ങളുടെ ജീവിത ഭാഗമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വായ്കളെ തുറന്ന് എല്ലാ വിശ്വാസം വിട്ടുപോകട്ടെ. ആർക്കാണ്ടുള്ളതല്ല, ദൈവിക രോഗശാന്തി ദൈവജനത്തിന്റെ ഭാഗമാകട്ടെ. യെസ്, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ സ്തോത്രം ശുശ്രൂഷ കാലയളവിൽ ലൂക്കോസ് 13:16 സ്തോത്രം 18 വർഷക്കാലമായി ആലയത്തിലുണ്ടായിരുന്ന മാതാവ്, അവൾ അബ്രഹാമിന്റെ മകൾ എന്നാണ് യേശു പറയുന്നത്. അതിനർത്ഥം വിശ്വാസി എന്നാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. അവൾ അബ്രഹാമിന്റെ മകൾ. അവളുടെ മേൽ യേശു കർത്താവ് കൈവച്ചപ്പോൾ അവൾ നിവർന്നു. ഇന്ന് പകൽക്കാലം നാട്ടിൽ രോഗങ്ങളുണ്ടോ? ഇന്ന് പകൽ കുനിഞ്ഞാണോ നിങ്ങൾ നടക്കുന്നത്? ഇന്ന് പകൽക്കാലം സ്തോത്രം ഏതെങ്കിലും ബലഹീനതയോടെ വർഷങ്ങളായി സ്തോത്രം നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ഇൻ ജീസസ് നെയിം, അതേ യേശു എനിക്കും നിനക്കും മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നു. വെബ് സ്ട്രീം വാച്ച് ചെയ്യുന്നവരെ, ആ റൂമിൽ നിങ്ങൾ സ്തോത്രം 5 പേരല്ല, 6ാമനായി വേറെ ഒരുവൻ കൂടെ ഇറങ്ങി നിൽപ്പുണ്ട്. ആ റൂമിൽ നിങ്ങൾ 2 പേരല്ല, 3ാമനായി വേറെ ഒരുവൻ കൂടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇന്ന് പകൽ ആരെങ്കിലും എന്നെ തൊട്ടു എന്ന് തോന്നുന്നു എങ്കിൽ, ഒരു വാളണ്ടിയർ അല്ല നിങ്ങൾ തൊട്ടത്, ഒരു ദൈവദാസനല്ല നിങ്ങൾ തൊട്ടത്. നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ ആണിപ്പഴുതുള്ള ഒരു കരം, ആണിപ്പഴുത് ആ കരത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്ക കഴിയും. അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. യെസ്. വീണ്ടും വേദപുസ്തകം പറയുന്നു 107 സങ്കീർത്തനം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫൂൾസ് അഥവാ ഭോഷന്മാർ കഷ്ടപ്പെടുന്നു. ആരാ ഭോഷന്മാർ എന്ന് പറയുന്നത്? ശരീരം നോക്കാതെ, സ്തോത്രം അതേ സമയത്തിന് ആഹാരം കഴിക്കാതെ, സമയത്തിന് ഉറങ്ങാതെ ഓടി നടക്കുന്ന ഭോഷന്മാർ, അവർ രോഗികളായിത്തീരുന്നു. അമേരിക്കൻ ഐക്യനാടിൽ ഒരു എന്റർടൈനർ ഉണ്ടായിരുന്നു. സ്തോത്രം. അദ്ദേഹം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ താൻ ജീവിച്ചു. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സെന്റൻസ് എഴുതിയിട്ട് കാണാതെ പഠിക്കണം. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് ദുഃഖിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ദുഃഖിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. അതല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവനെ സന്തോഷിപ്പിക്കണം, കാണുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കണം, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ഞാനങ്ങ് ദുഃഖിച്ച് ജീവിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. നാട്ടുകാരെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ കർത്താവിന് പോലും കഴിഞ്ഞില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഒരുത്തനെ മാത്രം സന്തോഷിപ്പിക്കുക, വിളിച്ച ദൈവത്തെ സന്തോഷിപ്പിക്കുക. ഹല്ലേലൂയ. അല്ലാതെ ബാക്കിയുള്ളവരെ നോക്കി, മാഡം നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ, അച്ചാച്ചാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടോ, പോപ്പന്റെ പിശാചേ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, ദൈവത്തെ മാത്രം സന്തോഷിപ്പിക്കുക. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, തൊട്ടാൽ കുഴപ്പമാണ് തിരുവനന്തപുരത്ത്. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, അബദ്ധം പറ്റല്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അബദ്ധം പറ്റല്ല. കാരണം നീ ചത്ത് കിടന്നാലും അവൻ പറയും, കണ്ണടഞ്ഞായിരിക്കുന്ന പക്ഷെ മൂക്ക് തുറന്നിരിക്കുന്നല്ല. സ്തോത്രം. മനുഷ്യനെ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല. നിനക്ക് ആരെ സന്തോഷിപ്പിക്കാൻ കഴിയും? ദൈവത്തെ മാത്രമേ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
എന്നാൽ അമേരിക്കൻ എന്റർടൈനറെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് സ്തോത്രം വലിയൊരു എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് താൻ ഉണ്ടാക്കുമ്പോൾ 6 ദിവസം ഉറങ്ങിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കി വലിയൊരു സ്തോത്രം സജ്ജീകരണം വലിയൊരു പരിപാടി തന്നെ ഉണ്ടാക്കിയാണ്. 6 ദിവസം ഉറങ്ങിയില്ല. 7ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ സ്തോത്രം കൂടെയുള്ളവർ ചെന്ന് നോക്കി, വിളിച്ചു, കുലുക്കി, എഴുന്നേൽക്കുന്നില്ല, താൻ മരിച്ചു പോയി. ഭാഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം മദ്യപിച്ച് കരള് പോയ ഭാഷന്മാർ, സിഗരറ്റ് വലിച്ച് ശ്വാസകോശം തകർന്നു പോയ ഭാഷന്മാർ, സമയത്തിന് ആഹാരം കഴിക്കാതെ അൾസർ ഉണ്ടാക്കിയ ഭോഷന്മാർ, സ്തോത്രം പ്രോട്ടീൻ ഭക്ഷണം കഴിക്കാതെ സ്തോത്രം ബോഡി നോക്കാതെ കളഞ്ഞതായ ഭോഷന്മാർ. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവിടെയും അവർ ദൈവത്തോട് നിലവിളിച്ചു. അവർ ദൈവത്തോട് നിലവിളിച്ചു. അവർ ആരോഗ്യം പോയി സകലവിധ ഭക്ഷണത്തോട് അവർക്ക് തന്നെ വെറുപ്പ് തോന്നി. ഈ ഭോഷന്മാർ സമയത്തിന് ആഹാരം കഴിക്കാതെ, തങ്ങളുടെ ശരീരം ടേക്ക് കെയർ ചെയ്യാതെ, നിങ്ങൾ ചിലരെ പോലെ സമയത്തിന് ആഹാരം കഴിക്കാതെ, സ്തോത്രം അതെ, നിങ്ങളുടെ സമയത്തിന് ആഹാരം കഴിക്കാതെ ബോഡി ടേക്ക് കെയർ ചെയ്യാതിരിക്കുന്നത് അവരെ നോക്കി എൻ്റെ ദാസി എന്നല്ല കർത്താവ് വിളിക്കുന്നത്, ഭോഷന്മാർ. നാളെ വരുമോ? അടുത്ത ഞായറാഴ്ച വരുമോ? ഹല്ലേലൂയ. ബോഡി നോക്കാതെ നടക്കുന്നവർ, സമയത്തിന് ആഹാരം കഴിക്കാതെ നടക്കുന്നവർ, സ്തോത്രം വരെ നോക്കി കർത്താവ് പറയുന്നത് റവറൻ ഭോഷന്മാർ. എൻ്റെ നല്ലതിപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഭോഷന്മാർ, സ്തോത്രം സകല ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി, കാരണം കഴിക്കുന്നില്ല. ഭോഷന്മാർ. അവസാനം സ്തോത്രം അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, He sent forth his word. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് പകൽക്കാലം സ്തോത്രം തിരവിച്ചിരിക്കുന്ന കരളുകൾ ജീവൻ പ്രാപിക്കട്ടെ. അൾസർ നിറഞ്ഞിരിക്കുന്ന കുടലുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ബലഹീനതകൾ വേരോടെ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ബലഹീനതകൾ, സ്തോത്രം അതെ, രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭോഷത്വം നിമിത്തം. എന്നാൽ ഇത് അടുത്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ദൈവമക്കളാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, അറിയാവുന്ന വാക്യം അനുസരിക്കുന്നവരാണ്, നേരെ ചൊവ്വേ ജീവിക്കുന്നവരാണ്. പക്ഷേ എന്നിരുന്നാലും ചിലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ്, അറിയാവുന്ന സ്തോത്രം മുഴുവൻ പറയുന്നു, അതോ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ദൈവവചനം അനുസരിക്കുന്നു, വില കൊടുത്ത് ദൈവത്തെ സേവിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ചില വയ്യാവേലി ജീവിതത്തിൽ കയറിയിറങ്ങുന്നത് നിനക്കെന്തോ കുഴപ്പമുണ്ടായിട്ടല്ല. 100% ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിച്ച് നടന്നിട്ടും എന്നിട്ടും ചില വയ്യാവേലികൾ നിന്റെ ജീവിതത്തിൽ കയറി വരുന്നത് നിന്റെ തിന്മയ്ക്കല്ല, ദൈവത്തിന്റെ നാമം നിന്നിലൂടെ മഹത്വമെടുക്കുവാനാണ്. ദൈവത്തിന്റെ നാമം നിന്നിലൂടെ മഹത്വമെടുക്കുവാനാണ്. കമാൻ ക്രൈസ്തന്റെ ദൈവത്തെ ആരാധിക്ക്. ഉണ്ടാകുന്നത് സകലതും, കടന്നു വന്ന സകലതും വരുന്നത് ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുവാനാണ്. ദൈവനാമം മഹത്വമെടുക്കുവാൻ 5 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, എല്ലാം ദൈവനാമ മഹത്വത്തിനായി. പറഞ്ഞേ, 5 പേരെ തൊട്ട് പറ. ദൈവനാമം മഹത്വമെടുക്കാൻ, ദൈവനാമം മഹത്വമെടുക്കാൻ, ദൈവനാമം മഹത്വമെടുക്കാൻ. 5 പേരെ തൊടാൻ പറ്റുമോ? ദൈവനാമം മഹത്വമെടുക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന വെള്ളം, ഇന്ന് നീ കടന്നു പോകുന്ന വെല്ലുവിളി, ഇന്ന് നീ കടന്നു പോകുന്ന തീയ, നിനക്കുണ്ടായതായ കേസ്, നിനക്കുണ്ടായ പ്രശ്നം, നിന്റെ മെഡിക്കൽ റിപ്പോർട്ട്, നിന്റെ കുഞ്ഞിന്റെ രോഗം, നിന്റെ ഓഫീസിലെ പ്രശ്നം, സകലതും തിന്മയ്ക്കായിട്ടല്ല. നീ ഒരു കുന്തിരിക്കമാണ്. ആ കുന്തിരിക്കത്തെ എടുത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവ് അത് തീയിലേക്ക് വലിച്ചിട്ടു. ആ കുന്തിരിക്കത്തെ തീയിലേക്ക് വലിച്ചിട്ടപ്പോൾ, ആ കുന്തിരിക്കത്തെ എടുത്ത് തീയിലേക്ക് വലിച്ചിട്ടപ്പോൾ സുഗന്ധവർഗം പൊങ്ങുകയാണ്, പുക ഉയരുകയാണ്. ആലയം മുഴുവൻ പുക കൊണ്ട് നിറയുകയാണ്. സഭയാലയം മുഴുവൻ ദൈവനാമം മഹത്വപ്പെടുന്നതായ സുഗന്ധം നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ആ തീയിലേക്ക് നീ എറിയപ്പെട്ടത്. ദൈവനാമം മഹത്വമെടുക്കേണ്ടതിന്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുരുടൻ സ്തോത്രം വഴിയേരിയിലിരിക്കുകയാണ്. യേശുവിനോട് ചോദിച്ചു, സ്തോത്രം അവൻ അങ്ങനെ വരാൻ അവനാണോ എൻ്റെ മാതാപിതാക്കൾക്കാണോ കുഴപ്പമായത്? സ്തോത്രം ഒരുത്തൻ്റെ തലയിൽ വല്ല ചക്കയും വീണ് കഴിഞ്ഞാൽ ഇതാണ് സ്തോത്രം പലരും ചിന്തിക്കുന്നത്. ഒന്നുകിൽ മൈക്രോസ്കോപ്പ് എടുത്തു വെക്കും, ഇല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വാടകയ്ക്ക് എടുത്തു വെച്ച് നോക്കും. എന്തുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഉണ്ടായി? ഞാൻ പറയട്ടെ, വേറൊരുത്തൻ അനലൈസ് ചെയ്യാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. സ്തോത്രം ഈ പുസ്തകം അനുസരിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന വാ സാത്താനെ നോക്ക, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. വരുന്നത് സകലതും തിന്മയ്ക്കല്ല നന്മയ്ക്ക. എന്റെ പ്രമോഷന. കമാൻ, വാതരകളെ തുറന്ന കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ചാട്.
ഹല്ലേലൂയ. എന്റെ പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം നിങ്ങൾ വേദന അനുഭവിച്ചത്, ആ വിഷയത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ദൈവനാമം നിന്റെ ജീവിതത്തിൽ മഹത്വം എടുക്കുവാൻ പോകുന്നത്. ആരോടാ ഞാൻ പറയുന്നത്? ഏത് കുട്ടിയാണോ ഏറ്റവും കൂടുതൽ നിന്നെ കരയിപ്പിച്ചത്, ആ കുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ നിന്റെ വീട്ടിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സ്തോത്രം പ്രയോജനപ്പെടുവാൻ വേണ്ടി പോകുന്നത്. ഏത് വിഷയത്തിലാണോ ഏറ്റവും കൂടുതൽ നീ ഇടപെടപ്പെട്ടത്, എന്റെ തമ്പുരാൻ പറയും, ഐ വാണ്ട് ടു ടേക്ക് സം ഗ്ലോറി ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് അതിൽ നിന്ന് എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുണ്ട്. ആ വിഷമത്തിൽ, ആ കരച്ചിലിൽ, ആ വേദനയിൽ, ആ രോഗത്തിൽ എന്റെ നാമത്തെ എനിക്ക് മഹത്വപ്പെടുത്തുവാനുണ്ട്. സകലതും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് അയ്യോ പാവ എനിക്ക് മാത്രം ഇത് എന്ന് പറഞ്ഞ് ഒരിക്കലും നെഗറ്റീവ് മെന്റാലിറ്റിയിലാകല്ല. വേദപുസ്തകം പാസീവ് മെന്റാലിറ്റിയിൽ എഴുതിയതല്ല, വേദപുസ്തകം ആക്റ്റീവ് മെന്റാലിറ്റിയിൽ എഴുതിയതാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, ഞാൻ ചുമ്മാതിരിക്കും എന്നല്ല ബൈബിൾ പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ പാവം എനിക്ക് മാത്രം പ്രശ്നം ഇരുന്നോട്ടെ, എനിക്ക് മാത്രം PhD പോരാട്ടം ഇരുന്നോട്ടെ എന്നൊരിക്കലും പറയല്ല. പകരം അബ്രഹാമിന്റെ മെന്റാലിറ്റി നിന്നിൽ കടന്നു വരട്ടെ, ഏലിയാവിന്റെ മെന്റാലിറ്റി നിന്നിൽ വരട്ടെ. രണ്ട് ക്ലബ് ചെയ്ത് ഞാൻ പറയട്ടെ, അബ്രഹാമിന് ഒരു പ്രൈവറ്റ് ജെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, അബ്രഹാമിന് ഒരു പ്രൈവറ്റ് ആർമി ഉണ്ടായിരുന്നു. ഓ കമാൻ, ഒരിക്കൽ കൂടെ അബ്രഹാമിന് ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായിരുന്നു എന്നല്ല ബൈബിൾ പറയുന്നത്. അബ്രഹാമിന് ഒരു പ്രൈവറ്റ് ആർമി ഉണ്ടായിരുന്നു. അബ്രഹാം പ്രൈവറ്റായി യുദ്ധം ചെയ്യുന്നവനാണ്. അബ്രഹാം പ്രൈവറ്റായി തന്റെ വീട്ടിൽ അഭ്യാസികളെ ഒരുക്കുകയാണ്. നിന്റെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ മാതാവേ പിതാവേ വീട്ടിൽ അവരെ യോദ്ധാക്കളായി നമ്മൾ ഒരുക്കുകയാണ്. ഈ തലമുറയിൽ വില്യം കേരിക്കും ഹഡ്സൺ ടൈലറിനും അതേ ഡേവിഡ് ലിവിങ്സ്റ്റൺ നിർത്തിയിട്ട് പോയ ശുശ്രൂഷ തുടരുവാൻ നിന്റെ വീട്ടിൽ ഒരു പ്രൈവറ്റ് ആർമി. കമാൻ കരങ്ങളെ അടിച്ച് ഒരു പ്രൈവറ്റ് ആർമി നിന്റെ വീട്ടിൽ ഉയരട്ടെ, ഒരു പ്രൈവറ്റ് ആർമി നിന്റെ വീട്ടിൽ ഉയരട്ടെ. പോരാ ഒരു പ്രൈവറ്റ് ആർമി. അതാണ് അബ്രഹാമിന്റെ ജീവിതം, പ്രൈവറ്റ് ആർമി. നിന്റെ വീട്ടിൽ സ്തോത്രം ഒരു പോരാട്ടമുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ എനിക്ക് പോരാട്ടമുണ്ടെന്ന് പറയല്, അതിനെതിരെ ഫൈറ്റ് ബാക്ക് ചെയ്താട്ടെ, പൊരുതിയാട്ടെ. നമ്പർ 2, രണ്ടാമത് ഏരിയാവിനെ നോക്കി നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. സ്തോത്രം ആൻഡ് പബ്ലിക്കലി കോൺഫ്രണ്ട് ചെയ്ത്, പ്രൈവറ്റ് ആർമി ആൻഡ് പബ്ലിക് കോൺഫ്രണ്ടേഷൻ. എത്രത്തോളം നിങ്ങൾ രണ്ട് തോണിയിൽ കാല് ചവിട്ടും എന്ന് പറഞ്ഞ സ്തോത്രം പബ്ലിക്കലി അവനതിനെ എതിർക്കുകയാണ്. രോഗശാന്തിയെ കുറിച്ച് പറയുമ്പോൾ പറയട്ടെ, പബ്ലിക്കലി രോഗങ്ങളെ നിങ്ങൾ ശാസിക്കുകയാണ്, പബ്ലിക്കലി രോഗശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, പബ്ലിക്കലി നിങ്ങൾ പറയുകയാണ് സ്തോത്രം ഞങ്ങൾ രോഗശാന്തി വിശ്വസിക്കുന്നു, പബ്ലിക്കലി നിങ്ങൾ പറയുകയാണ് എന്റെ ദൈവം പ്രാർത്ഥന കേട്ട് വിണ്ടാതിരിക്കത്തില്ല, എന്റെ ദൈവം ഏകനാൻ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. പബ്ലിക്കലി നിങ്ങൾ പറയുകയാണ്. മെഡിക്കൽ കോളേജിന് കഴിയാത്തത്, അതിനപ്പുറത്ത് RCCക്ക് കഴിയാത്തത് എന്റെ ദൈവത്തിന് കഴിയും. കാരണം എന്റെ കള്ളം പറയാത്ത ദൈവം പറഞ്ഞു ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ രണ്ട് ഒരുമിച്ച് സ്തോത്രം യോജിക്കട്ടെ. ഒരു പ്രൈവറ്റ് അതേ ആർമി ഉണ്ടായിരുന്നു, ഒരു പബ്ലിക്കലി ഏരിയാവ് കോൺഫ്രണ്ട് ചെയ്ത്. അതേ സ്തോത്രം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്ക്, വീട്ടിൽ നിന്ന് സ്തോത്രം ശത്രുവിനെ ആക്രമിക്ക്, ശത്രുവിന് മേൽ ജയമെടുക്ക്, പ്രാർത്ഥിച്ച് ജയമെടുക്ക്. പബ്ലിക്കലി എഴുന്നേറ്റ് വന്ന് ദൈവത്തിന്റെ കൃപയാൽ കൈവയ്ക്ക്. എപ്പോൾ അത് പോയെന്ന് പറഞ്ഞാൽ മതി. ഈ തെരുവുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സാധനം മേടിച്ച് പുറത്തിറങ്ങും, അയ്യോ ബ്രദറാണ്, അയ്യോ എനിക്ക് ഹൃദയത്തിന് വയ്യ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. പബ്ലിക്കലി കൈവച്ച് സ്തോത്രം സൗഖ്യമാക്കി, പബ്ലിക്കലി പ്രാർത്ഥിച്ച് സൗഖ്യമായി. ഞാൻ നിങ്ങളെല്ലാവരും നിയോഗിക്കുകയാണ് ഇന്ന് പകൽക്കാലം. ഒമിക്രോൺ കഴിഞ്ഞ ഫസ്റ്റ് സൺഡേ ഇത്രയും ജനം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കൃപകൾ കൂടി വരുമ്പോൾ, യെസ് ലെറ്റ് ദ ഹീലിംഗ് ആർമി, സൗഖ്യത്തിന്റെ സൈന്യം ഇന്ന് പകൽക്കാലം ഈ സെക്കൻഡ് സർവീസിന് ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. സൗഖ്യത്തിന്റെ സൈന്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിയോഗം പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ. തിരുവനന്തപുരത്തിന്റെ തെരുവിൽ സൗഖ്യമാക്കി നടന്നേ. Hallelujah. പണ്ടൊരു കോറസ് ഞങ്ങൾ പാടുകയായിരുന്നു. God's got an army marching through the land. Deliverance is their song, healing in their hand. Oh, deliverance is their song. ദൈവജനത്തിന്റെ പാട്ട് സ്തോത്ര കണ്ണുനീർ എന്ന് മാറുമോ എന്നുള്ള വിലാപഗാനമല്ല. ഡെലിവറൻസ്, വിടുതലാണ് അവിടെ പാട്ട്, വിടുതലാണ് അവിടെ പാട്ട്. ആരും മിണ്ടുന്നില്ല. വിടുതലാണ് നിന്റെ പാട്ട്. പറ, വിടുതലാണ് നിങ്ങളുടെ പാട്ട്. എവിടെ നീ വാ തുറക്കോ അവിടെ വിടുതൽ നടന്നിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ നടന്നാട്ടെ. ഹല്ലേലൂയ. വിടുതൽ ആണ് ഞങ്ങളുടെ പാട്ട്. സ്തോത്രം. ഹീലിംഗ് ഈസ് ഇൻ അവർ ഹാൻഡ്. അതേ നിങ്ങളുടെ കരത്തിൽ ദൈവിക സൗഖ്യമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ.
അധികം പോരുകളിലൂടെ, അധികം പോരാട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നവരായിരിക്കാം. മനസ്സിലാക്കുക, എല്ലാ അധികം പോരുകളിലൂടെ, അധികം പോരാട്ടത്തിലൂടെ നിങ്ങൾ വന്നു എങ്കിൽ വേറെ ആർക്കുമില്ലാത്തത്, വേറെ ആർക്കുമില്ലാത്ത രോഗങ്ങൾ, വേറെ ആർക്കുമില്ലാത്ത ബലഹീനതകൾ, വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീരുണ്ടെങ്കിൽ ഐ ഗ്യാരണ്ടി യു വേറെ ആർക്കുമില്ലാത്ത ഒരു അഭിഷേകത്തിനായി ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കുന്നുണ്ട്. വേറെ ആർക്കുമില്ലാത്ത അഭിഷേകം. അയ്യോ, ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് എതിരെയാണ് പോര്, ആ കുഞ്ഞിന്റെ സ്തോത്രം ഭാവിക്കെതിരെയാ പോരുത്. ഓ ഓ ഓ ഓ ഓ അതൊരു മോശമായിരിക്കും കേട്ടോ, അതൊരു മോശമായിരിക്കും. അല്ലെങ്കിൽ കർത്താവിന് തത്തുല്യമായിട്ടായിരിക്കും ആ കുട്ടിയെ സ്തോത്രം ദൈവം കണ്ടിട്ടുള്ളത്. വേറെ ആർക്കുമില്ലാത്ത പോരാട്ടം അവൾക്കെതിരെ ഉണ്ടെങ്കിൽ, അവനെതിരെ ഉണ്ടെങ്കിൽ, വേറെ ആരും ചെയ്യാത്ത വലിയൊരു ശുശ്രൂഷയ്ക്കായിട്ടായിരിക്കും. കരങ്ങളെ അടിക്കുക, ഞാൻ വെയിറ്റ് ചെയ്യാം. കമാൻ, യേശുവിന്റെ രക്തത്താൽ ചെയ്യാം. ആർക്കുമില്ലാത്ത പോരാട്ടം ഉണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത പകർച്ചയുമുണ്ട്. ഈ ദൂത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്തോത്രം പല അനുഭവങ്ങൾ, പല സാക്ഷ്യങ്ങളൊക്കെ സ്തോത്രം അത് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ഒരാളായിരുന്നു സ്തോത്രം നോർവൽ ഹൈൻസ്. എല്ലാവരും എഴുതിയെടുക്കണം, NORVELHAOES, നോർവൽ ഹൈസ്. നോർവൽ ഹെയ്സ് എന്ന പേരുള്ളതായ ദൈവത്തിന്റെ ദാസൻ സ്തോത്രം അതെ ശക്തമായ ഹീലിംഗ് മിനിസ്ട്രി ചെയ്ത ഒരു ദൈവദാസനായിരുന്നു. ശക്തമായ രോഗശാന്തി ശുശ്രൂഷ ചെയ്ത ദൈവദാസനായിരുന്നു. വളരെ ശ്രദ്ധിക്കുക, രോഗശാന്തി ശുശ്രൂഷയ്ക്കായി നിങ്ങൾ ഇറങ്ങുമ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാകും, നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും. ഇന്ന് കേരളത്തിൽ ആരും എന്നെ വിമർശിക്കല്ലേ, ഒരു മഞ്ഞപ്പത്രം എന്നെ വിമർശിക്കല്ലേ, ഒരു പെന്തിക്കോസ് മറ്റേ തിരുവല്ല പാർട്ടികൾ എന്നെ വിമർശിക്കല്ലേ എന്ന് പറഞ്ഞാണ് പലരും ജീവിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, എവിടെയാണോ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നത് അവിടെ വിമർശനം ഉണ്ടായിരിക്കും. കാരണം യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ജനം പറഞ്ഞു, ഇവൻ സ്തോത്രം ബേൽസബൂലിന്റെ തലവനെ കൊണ്ടാണ്, ഭൂതങ്ങളെ തലവനെ കൊണ്ടാണ് രോഗികളെ സൗഖ്യമാക്കുന്നത്. ഇന്ന് പകൽക്കാലം സ്തോത്രം മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ വിമർശിക്കുന്നുവെങ്കിൽ നിന്റെ ഷൂസിന്റെ കീഴിൽ ഒരു പ്രത്യേക പാടുണ്ട്. കാരണം അവന്റെ വിമർശനത്തിന്റെ ഭൂതത്തിന്റെ തല തകർന്നതിന്റെ പാട് എൻ്റെ ചപ്പലിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം അതെ പവർ മിനിസ്ട്രി, ദൈവശക്തിയെ വെളിപ്പെടുത്തുന്നതായ പവർ മിനിസ്ട്രി എവിടെയാണോ ചെയ്യുന്നത് അവിടെ വിമർശനം ഉണ്ടാകും. അല്ലാതെ 7 പോയിന്റ് തള്ളി 12 പോയിന്റ് തള്ളി കിട്ടുന്നതെല്ലാം എളിയിൽ തിരിഞ്ഞ് നടക്കുന്ന പ്രൊഫഷണൽ പെന്റക്കോസ്റ്റിലെ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, നരകത്തെ കുലുക്കി സ്വർഗത്തെ നിറയ്ക്കുന്ന ഏത് അഭിഷിക്തനത് ഉണ്ടോ അവരെ നോക്കി ഒരിക്കലും സ്തോത്രം അതെ ഭൂതങ്ങൾ ഓശാരം പാടുകയില്ല. മുഴുവൻ നരകം അവനെതിരെ സ്തോത്രം പ്രശ്നമായി എഴുന്നേൽക്കും. പക്ഷേ ജയം നമുക്കുള്ളത്, ജയം നമുക്കുള്ളത്. വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീരും താഴ്വരയും വിമർശനവും പ്രശ്നവും വെല്ലുവിളിയും ഗൂഢാലോചനയും സ്തോത്രം അതേ നിനക്കുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നരകത്തിന് നീ ഒരു ടെററാണ്. നരകത്തിന് നീ ഭയങ്കര ഭീഷണിയാണ്. ഓരോ ദിവസം രാവിലെ നീ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് കണ്ണ് തുറക്കുമ്പോ സ്തോത്രം അതേ ലൂസിഫർ ഇപ്രകാരം കുട്ടിച്ചാത്തന്മാരടുത്ത് പറയും, അവൻ കണ്ണ് തുറന്ന് കേട്ട ഇന്ന് എവിടെ ഇട്ട് പണിയുന്നെന്ന് നമുക്കറിയത്തില്ല, എല്ലാവരും അലർട്ടായിരിക്കണം കേട്ട യേശുവിന്റെ നാമത്തിലോ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരഭിഷിക്തൻ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ചെകുത്താൻ പറയും, ഇന്ന് എവിടെ ഇട്ട് അവൻ നമുക്കിട്ട് പണിയും എന്ന് അറിയത്തില്ല. അഭിഷിക്തൻ നരകത്തിന് ഭീഷണിയാണ്, സ്വർഗത്തിന് അവൻ ലാഭമാണ്. അഭിഷിക്തൻ എല്ലാ ഇസബേലിയ ശക്തിക്ക്, എല്ലാ വിമർശനത്തിന്റെ ശക്തിക്ക്, എല്ലാ ദുർഭൂതങ്ങൾക്ക് അവൻ ഭീഷണിയാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നെങ്കിൽ അങ്ങനെ ജീവിക്കുക. സ്തോത്രം അതെ നോവൽ ഹെയ്സ് എന്ന് പേരുള്ളതായ സ്തോത്രം ദൈവത്തിന്റെ ദാസൻ തന്റെ സാക്ഷ്യം ഇതാണ്. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ മാതാവ് തനിക്ക് നഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് 37-ാമത്തെ വയസ്സാണ്. അമ്മയുടെ പേറ്റായിരുന്നു ഈ ചെറുക്കൻ. സ്തോത്രം 37-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് അമ്മ മരിച്ചുപോയി. 10 വയസ്സ് 4 വർഷം കരഞ്ഞിട്ടിരുന്നു. വീടിന് പുറത്തേക്ക് ഓടിപ്പോയി. ദൈവത്തിൻ്റെ സന്നിധിയിൽ മേഘങ്ങളെ നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, കർത്താവേ നീ സൗഖ്യത്തിൻ്റെ ദൈവമാണ്. എൻ്റെ അമ്മ എന്തുകൊണ്ട് സൗഖ്യമാക്കിയില്ല? പറന്നു പോകുന്ന കാക്ക പോയാലും അവരോട് സുവിശേഷം പറയുന്നതാണ് എൻ്റെ അമ്മ. ഒത്തിരി ആത്മാക്കളെ നേടിയതാണ്, ഒത്തിരി പേരെ കൗൺസിൽ ചെയ്തതാണ്, ഒത്തിരി പേരെ ദൈവകൃപയിൽ ഉറപ്പിച്ചതാണ്. ആരെങ്കിലും സൗഖ്യമാക്കണമെങ്കിൽ എൻ്റെ അമ്മയെ സൗഖ്യമാക്കണമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ സ്തോത്രം എനിക്ക് നഷ്ടപ്പെട്ടു. 4 വർഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞിട്ടിരുന്നു. ഞാനിന്ന് പകൽക്കാലം പറയട്ടെ, പേഴ്സിൽ സ്തോത്രം 2000 രൂപ കൊണ്ട് നടക്കുന്നവർക്കല്ല, അലമാരിയിൽ നോട്ടുകെട്ട് ഉള്ളവർക്കല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ.
ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ. 4 വർഷം ദൈവത്തിന് മുൻപിൽ കരഞ്ഞു. ദൈവത്തിന്റെ അഭിഷേകത്തെ അവൻ തേടിയില്ല, അഭിഷേകം അവനെ തേടി വന്ന. കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അഭിഷേകത്തെ തേടത്തില്ല. ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അഭിഷേകത്തെ തേടേണ്ട കാര്യമില്ല. അഭിഷേകം നിന്നെ തേടി വരാ. അഭിഷേകം നിന്നെ തേടി വരാ. കമോൺ, അഭിഷേകം നിന്നെ തേടി വരാ. ഈ ഫ്രണ്ട് റോ മുതൽ അത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. 14 വയസ്സ് മുതൽ അസാമാന്യമായി ആ ദൈവത്തിന്റെ ദാസനെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. സൂപ്പർ നാച്ചുറലി ആ ദൈവത്തിന്റെ പൈതലിന്റെ ദൈവം സ്തോത്രം പ്രയോജനപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചാലയ മാർക്കറ്റിൽ പോയി കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പാളയത്ത് പോയി സ്തോത്രം അതേ പച്ചക്കറി മേടിച്ചു എന്ന് ലാഘവത്തോടെ നമ്മൾ പറയുന്നത് പോലെ ഈ ദൈവദാസൻ പറയും, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. നിങ്ങൾ ചോദിക്കും, സ്തോത്രം ബ്രദർ, ആ ഒരു സൂപ്പർ നാച്ചുറൽ റിലത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സൂപ്പർ നാച്ചുറൽ റിലത്തിൽ കയറാൻ നീ കയറി വന്ന ലിഫ്റ്റിലല്ല കയറേണ്ടത്, ഞാൻ കയറി വന്ന സ്റ്റെപ്പിലല്ല കയറേണ്ടത്. എപ്പോഴും ആരാധനയിൽ കയറിയാട്ടെ, എപ്പോഴും ആരാധനയിൽ കയറിയാട്ടെ. സൺഡേ ആരാധനയല്ല, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നും ആരാധന, എപ്പോഴും ആരാധന, എന്നും ആരാധന, എപ്പോഴും ആരാധനയെങ്കിൽ യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു പോലെ സ്വർഗതലങ്ങളിലേക്ക് നീ ഉയരുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരിക തന്നെ ചെയ്യാം. ആ ദേവദാസൻ അത് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് കുട്ടികളെ ഫീഡ് ചെയ്തു, ലക്ഷക്കണക്കിന് ജനത്തെ സൗഖ്യത്തിലേക്ക് നടത്തി. സിഡ്രോത്തിന്റെ സ്തോത്രം അതേ സൂപ്പർ നാച്ചുറൽസ്, ഇറ്റ്സ് സൂപ്പർ നാച്ചുറൽസ് എന്ന പ്രോഗ്രാമിൽ, സിഡ്രോത്തിന്റെ പ്രോഗ്രാമിൽ സ്തോത്രം അതേ നോവൽ ഹൈസ് ഇരുന്ന് പറയുകയാണ് ക്രിയേറ്റീവ് മിറക്കിൾസിനെ കുറിച്ച്. യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ 100 കണക്കിന് വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഇല്ലാത്ത അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾ കേട്ടോ, ഇല്ലാത്ത അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഏത് പെന്തിക്കോസിനെ വിമർശിക്കും, ഐ വോണ്ട് കെയർ. സ്തോത്രം ബ്രദർ സുരേഷ് ബാബു അല്ല നിനക്ക് ആൻസർ തരുന്നത്, ക്രൈസ്റ്റ് സെന്റർ ആയിരിക്കും നിനക്ക് ആൻസർ തരുന്നത്. ഓർത്തോളണം. സ്തോത്രം അതെ നോക്ക്, അതെ സൂപ്പർ നാച്ചുറലി ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് അത്ഭുതകരമായി തന്നെ പ്രയോജനപ്പെടുത്തി. അവയവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കാരണം ഈ പുസ്തകം കള്ളമല്ലോ, എന്റെ ദൈവത്തിന്റെ സിംഹാസനം ഒഴിഞ്ഞിട്ടില്ല. ഞാനാകുന്നു എന്നരുളി ചെയ്ത ദൈവം ഇന്നലെ പ്രവർത്തിച്ച് നിർത്തിയവനല്ല, നാളെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞവനല്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ ഇന്നും സൗഖ്യത്തിന്റെ ദൈവമാണ്. കരങ്ങളടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ചാടെ യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഗെറ്റ് റെഡി, ദൈവിക രോഗശാന്തിക്കായി ജനം ഒരുങ്ങുകയാണ്. കാരണം സ്തോത്രം സഭ ഏതോ സംഘടന ഉപദേശമല്ല പറയുന്നത്, ഏതോ സാറിന്റെ അഭിപ്രായമല്ലോ പറയുന്നത്, ഏതോ പാസ്റ്റർ ഷൂസിലും പ്രാസിംഗിന്റെ അതെ പുതപ്പിൻ കീഴിലല്ല നിൽക്കുന്നത്. സ്തോത്രം പുസ്തകം എന്ത് പറയുന്നു അതാണ് ദൈവസഭ പറയുന്നത്. ദൈവസഭ പുസ്തകം പറയുന്നെങ്കിൽ അത് വിശ്വാസമായിരിക്കുക. സഭയുടെ ശബ്ദം വിശ്വാസ ശബ്ദം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ ശബ്ദം? സഭയുടെ ശബ്ദം വിശ്വാസ ശബ്ദം. അടുത്തിരിക്കുന്നവർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, വിശ്വാസ ശബ്ദം, വിശ്വാസ ശബ്ദം. സഭയുടെ ശബ്ദം വിശ്വാസ ശബ്ദം. ആരെ ഹൈ ഫൈ കൊടുത്തില്ലെങ്കിൽ അയ്യോ ഒമിക്രോൺ അല്ലേ, അത് കഴിഞ്ഞു മക്കളെ. സ്തോത്രം, അത് ഇന്ത്യൻ ഓഷ്യനിൽ മുങ്ങിപ്പോയി, നീ അറിഞ്ഞു കാണത്തില്ല. അതെ, സഭയുടെ ശബ്ദം വിശ്വാസ ശബ്ദം. വിശ്വാസ ശബ്ദത്തിന് മുൻപിൽ ക്യാൻസർ മറിയുന്നു. വിശ്വാസ ശബ്ദത്തിന് മുൻപിൽ ഹെറിഡിറ്ററി ബോണ്ടേജസ് പൊട്ടുന്നു. വിശ്വാസ ശബ്ദത്തിന് മുൻപിൽ ശാപങ്ങൾ തകരുന്നു. വിശ്വാസ ശബ്ദത്തിന് മുൻപിൽ യെരിഹോ ഇടിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു. വിശ്വാസ ശബ്ദത്തിന് മുൻപിൽ ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നു. വിശ്വാസ ശബ്ദത്തിന് മുൻപിൽ യോർദാൻ മുറിയപ്പെടുന്നു. വിശ്വാസ ശബ്ദത്തിന് മുൻപിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന് മുടന്തൻ തുള്ളിയും ചാടിയും എഴുന്നേറ്റ് പ്രസിദ്ധനായ ഭിക്ഷക്കാരൻ സൗഖ്യമായി എഴുന്നേറ്റ് നടക്കുന്നു. യെരൂശലേമിലെ ഏറ്റവും പ്രസിദ്ധനായ ഭിക്ഷക്കാരൻ ബ്യൂട്ടിഫുൾ ഗേറ്റിൽ ഇരിക്കുകയാണ്. ഇന്നത്തെ കിഴക്കേ വാതിലിൽ അവൻ ഇരിക്കുകയാണ്. സ്തോത്രം, അവനെ അതെ സ്തോത്രം അതെ പത്രോസും യോഹന്നാനും കൂടെ നോക്കി. അവരിപ്രകാരമാണ് പറഞ്ഞത്, ഞങ്ങളെ നോക്ക്. ഇന്നത്തെ ഉപദേശിമാർ പറയും ഞങ്ങളെ നോക്കല്ലേ, യേശുവിനെ നോക്ക്. കാരണം ഈ നിൽക്കുന്ന ആകെ കട്ട ഫെയിലിയറാണ്. അതുകൊണ്ട് ഞങ്ങളെ നോക്കല്ലേ, യേശുവിനെ നോക്ക്. പക്ഷേ അത് പറയാൻ തൻ്റെ ഇടം ഉണ്ടാക്കണം. ഞങ്ങളെ നോക്ക്, വിമർശിക്കുന്നവനെ എന്നെ നോക്ക്, ഞാൻ എങ്ങനെ ജീവിക്കുന്നത് നോക്ക്. അത് പറയാൻ വെല്ലുവിളിച്ച് പറയാൻ കഴിയണം. കാരണം ഇത് ചിക്കിരി പരിപാടിക്കല്ല ഇറങ്ങിയത്, ഇത് ജോർജ് കുട്ടിക്കല്ല ഇറങ്ങിയത്, ഇത് കസേര കളിക്കല്ല ഇറങ്ങിയത്, ഇത് പണത്തിനും പെണ്ണിനും പ്രസിദ്ധിക്കും വേണ്ടിയല്ല ഇറങ്ങിയത്. ഇത് ജീവനെ കൊടുത്ത് ചെയ്യുന്ന വേലയാ ദൈവവേല, അല്ലാതെ ജീവിക്കാൻ ചെയ്യുന്നതല്ല ദൈവവേല. ഞങ്ങളെ നോക്ക്, സ്തോത്രം, ഞങ്ങളെ നോക്ക്.
ഇന്നത്തെ ഉപദേശിമാർ വരും, എവിടെയാ അവനെ എന്തോ ഭിക്ഷ കൊടുക്കേണ്ടത്? ഇവിടെ കൈയിടുമ്പോൾ ഡോളറാ, ഇവിടെ കൈയിടുമ്പോൾ ദ്രഹമാ, ഇവിടെ കൈയിടുമ്പോൾ സ്തോത്രം ദിനാറ്. അതെ, വീട്ടിൽ വെച്ചിട്ട് വന്ന രൂപ ഇത് ഇന്ന് ഏതാ കൊടുക്കുന്നത്? കാരണം ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ അവർ പറയുന്നു, we don't have silver or gold, we give you what we have in the name of Jesus. Rise and walk. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്ന. യെരുശലേമിലെ പ്രസിദ്ധമായ ഭിക്ഷക്കാരൻ എഴുന്നേറ്റ് നടന്ന് ട്രിവാൻഡ്രത്ത് അലഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാരുണ്ടോ? ട്രിവാൻഡ്രത്ത് ട്രാഫിക് സ്തോത്രം ഐലൻഡിൽ നിന്ന് കണ്ണില്ല ചെവിയില്ല നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സ്തോത്രം അതെ കൈനീട്ടുന്ന ഭിക്ഷക്കാരുണ്ടോ? അലഞ്ഞു നടക്കുന്ന ഭ്രാന്തന്മാരുണ്ടോ? ഐ ഗീവ് യു സ്തോത്രം പെർമിഷൻ. യേശുവിന്റെ നാമത്തിൽ ഈ ഹാളിൽ ഇറങ്ങി വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം തെരുവുകളിലും വെളിപ്പെടട്ടെ. സൗഖ്യത്തിന്റെ ദൈവം സ്തോത്രം. അതേ, അവൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ ജനം ചോദിച്ചു, വായ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 3:16 വായിക്കുമ്പോൾ സഭ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3:16 വായിക്കുമ്പോൾ സഭയുടെ ശബ്ദമാണ് എൻ്റെ ശബ്ദം. CNN-ന്റെയും BBC-യുടെയും ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും വർത്തമാന പത്രങ്ങളുടെയും ശബ്ദമല്ല, സഭയുടെ ശബ്ദം പറയുകയാണ്. യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ യേശുവിന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്ന സഭ പറയുകയാണ്. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം ഈ തലമുറയിൽ സഭ പറയട്ടെ. സ്തോത്രം. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും കാണത്തക്ക ഒരു അത്ഭുതം ഇതാ പട്ടണത്തിൽ ചെയ്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം. കമോൺ, ഒരു കണ്ണിനും മറക്കാൻ കഴിയാത്തത്, ഒരു വീഡിയോ ക്യാമറയ്ക്കും സ്റ്റിൽ ക്യാമറയ്ക്കും മറക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഈ മണിക്കൂറിൽ യഹോവ റാഫ ചെയ്യുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തി 9:34 പത്രോസ് ഇതാ കടന്നു പോകുമ്പോൾ ഐനിയാസ് എന്ന പേരുള്ള ഒരുവൻ സ്തോത്രം അതെ കിടരോഗിയായിരിക്കുകയാണ്. അവിടെ വിശ്വാസത്തിന്റെ ശബ്ദം ധ്വനിക്കുന്നു. പത്രോസ് പറയുന്നു 9:34 പത്രോസ് അവനോട്, ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കേണ്ടത്, അവിടെ 3 ദിവസം തള്ളി ഉപവസിച്ചില്ല, 3 ദിവസം ഉപവസിച്ചില്ല, 1 മണിക്കൂർ പ്രാർത്ഥിച്ചില്ല, ഒറ്റ വാക്കാണ്, ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. എത്ര പേർ കേട്ടു? ഒറ്റ വാക്കാണ്, ഒറ്റ വാക്കാണ്. ഐനിയാസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. ആ നാവ് ഗൂഗിളിലല്ല, ആ വാക്ക് ഗൂഗിളിലല്ല, ആ വാക്ക് സൗഖ്യത്തിന്റെ വാക്കും നിന്റെ നാവിലാണ്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ സഭയുടെ നാവിലാണ് ആ സൗഖ്യത്തിന്റെ വാക്ക്. ബ്രദർ സുരേഷ് ബാബു, ഈസ് ഇറ്റ് പോസിബിൾ സൗഖ്യത്തിന്റെ വാക്ക് സ്തോത്രം സഭയ്ക്ക് വഹിക്കാൻ കഴിയുമല്ലോ? നിശ്ചയമായി. പത്രോസിൽ അത് വെളിപ്പെട്ടു, പൗലോസിലും അത് വെളിപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 16-18 വായിക്കുമ്പോൾ ഇതാ സ്തോത്രം അതെ ഭൂതം ബാധിച്ചതായ വെളിച്ചപ്പാടത്തിയെ പൗലോസ് ഭൂതം ബാധിച്ച വെളിച്ചപ്പാടത്തിയെ പൗലോസ് തിരിഞ്ഞു നോക്കി, മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി, ആ ഭൂതത്തെ ശാസിച്ചു. മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി, ആ ഭൂതത്തെ ശാസിച്ചപ്പോൾ ഭൂതം വിട്ടുപോയി. യേശുവിന്റെ നാമത്തിൽ ആ വചനം നിങ്ങളുടെ നാവിൽ ഉണ്ട്. എബ്രായർ 4:12 പറയുന്നു ആ വചനം വാളാണ്. യിരെമ്യാ 23:19 പറയുന്നു ആ വചനം ചുറ്റികയാണ്. യിരെമ്യാ 23:29 വീണ്ടും പറയുന്നു ആ വചനം തീയാണ്. ഞാൻ ചേർത്ത് പറയട്ടെ, വാളാകുന്ന വചനം, തീയാകുന്ന വചനം, വാളാകുന്ന വചനം, വെട്ടേണ്ടതിന് വെട്ടുന്ന വചനം, എരിക്കേണ്ടതിന് എരിക്കുന്ന വചനം. ഏതോ ലൈബ്രറിയിലല്ല, ദൈവ സഭയിലാണ് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനമാകുന്ന നിന്റെ നാവിൽ ആ വചനത്തെ ദൈവം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, പറഞ്ഞാൽ നടക്കും. പെട്ടെന്ന് പറഞ്ഞേ, പറഞ്ഞാൽ നടക്കും, പറഞ്ഞാൽ നടക്കും, പറഞ്ഞാൽ നടക്കും, പറഞ്ഞാൽ നടക്കും. കാരണം അതാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ അനുഭവം. ആ പാരമ്പര്യത്തിലും അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് പറഞ്ഞ് നോക്കാം, പറ്റുമെന്ന് നോക്കാം, നടക്കുമെന്ന് നോക്കാം. അത് MLA പറയുന്നതാണ്. ഒന്ന് വിളിച്ചു നോക്കാം, അത് MP-യുടെ ഭാഷയാണ്. പോയിട്ട് പിന്നെ വന്നാട്ടെ, അത് മന്ത്രിയുടെ ഭാഷയാണ്. എന്നാൽ MLA-യേക്കാൾ വലിയവൻ, മന്ത്രിയേക്കാൾ വലിയവൻ, രാജാക്കന്മാരുടെ രാജാവ്, അവൻ കൽപ്പിച്ചു, അങ്ങനെ തന്നെ സ്ഥാപിതമായി. അവൻ പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അതിന് പ്രമാണമൊന്നുമില്ല. വേദപുസ്തകം പറയുന്നു, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം, ഒരുവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇതാ തിന്മയായത് ഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. തിന്മയായ യുദ്ധം സ്തോത്രം ഇതാ വന്ന് തിന്മയായത് ഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ തിന്മയായ പരാജയം മുന്നിൽ നോക്കുമ്പോൾ യോശുവ തിന്മയല്ല പറഞ്ഞത്, യോശുവ സ്തോത്രം ഒരു അത്ഭുതമാണ് പറഞ്ഞത്. യോശുവ ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, അഥവാ യോശുവ ഒരു ഹർത്താൽ, ഒരു ബന്ദ് പ്രഖ്യാപിച്ചു. യോശുവ പ്രഖ്യാപിച്ച ബന്ദ് ഡിസ്ട്രിക്ട് ബന്ധല്ല, സ്റ്റേറ്റ് ബന്ധല്ല, നാഷണൽ ബന്ധല്ല. Ladies and gentlemen, brothers and sisters, കേൾക്ക്. യോശുവ പ്രഖ്യാപിച്ച ബന്ദ് സോളാർ സിസ്റ്റത്തിന് മുഴുവൻ അവൻ ബന്ദ് പ്രഖ്യാപിച്ചു. അവൻ പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ ഐരോൺ താഴ്വരയിലും നിൽക്ക.
ഹേ, ആരാ കേൾക്കുന്ന ഇന്ന് പകൽക്കാലം? യോശുവ പറഞ്ഞു, സൂര്യ നീ ഐനോലിനും ചന്ദ്ര നീ ഗിബെയോൻ താഴ്വരയിലും നിൽക്ക. യോശുവ പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും നിൽക്കേണ്ടിടത്തും നിന്ന് ഈ സോളാർ സിസ്റ്റം നിശ്ചലമായി എങ്കിൽ, സോളാർ സിസ്റ്റം നിശ്ചലമായെങ്കിൽ മന്ത്രവാദിക്ക് പണി പോകട്ടെ, പൂജാരിക്ക് പണി പോകട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിടുതലിന്റെ വചനം നിന്റെ അധരത്തിൽ, സൗഖ്യത്തിന്റെ വചനം നിന്റെ അധരത്തിൽ, വാളാകുന്ന വചനം, തീയാകുന്ന വചനം, അത്ഭുത അടയാളങ്ങളെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വചനം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ദൈവത്തിന്റെ സ്തോത്രം. മെഡിസിൻ ബോർഡിൽ ദൈവത്തിന്റെ സഭയെന്ന പകൽക്കാലം സ്തോത്രം മനസ്സിലാക്കുക. നീ എന്താണോ പറയുന്നത് അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇനിമേലാൽ നമ്മൾ മരണം പറയത്തില്ല, ഇനിമേലാൽ മെഡിക്കൽ റിപ്പോർട്ട് ആവർത്തിച്ച് പറയത്തില്ല, വക്കീൽ പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞത് നമ്മൾ പറയത്തില്ല, പകരം ദൈവം പറഞ്ഞത് മാത്രം പറയുക. ഓ, എഴുന്നേറ്റ് 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ദൈവം പറഞ്ഞത് മാത്രം പറയും. പെട്ടെന്ന് പറ, ദൈവം പറഞ്ഞത് മാത്രം പറയുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാത്രം പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാത്രം പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ തുറന്ന് സ്തോത്രം, അതേ ചെറുതോണി ഡാം തുറന്ന് വെള്ളം ഒഴുകുന്നത് പോലെ, ചെറുതോണി ഡാം തുറന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഇൻ ജീസസ് നെയിം നിന്നിലൂടെ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകുവാൻ വേണ്ടി പോകുകയാണ്. നിന്നിലൂടെ സൗഖ്യത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഒഴുകുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സൗഖ്യത്തിന്റെ ശക്തി ഒഴുകട്ടെ. സ്തോത്രം. മനസ്സിലാക്കുക. എന്ത് ചെയ്യുക? സ്തോത്രം. അതേ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകുകയാണ്. അതെ, ആ സൗഖ്യത്തിന്റെ ശക്തി ഒഴുകണമെങ്കിൽ മനസ്സിലാക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ഏത് കൃപാവരം നിന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ, ദിസ് ഈസ് സോ ഇമ്പോർട്ടന്റ്. ദൈവത്തിന്റെ ഏത് കൃപാവരം, ഏത് ശുശ്രൂഷയും ആക്ടിവേറ്റ് ചെയ്യാൻ, സ്തോത്രം, അതെ, നിനക്ക് ആവശ്യം ദൈവത്തിന്റെ ബോൾഡ്നെസ് ആണ്, ദൈവിക ധൈര്യമാണ്. അർത്ഥം, ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ദൈവത്തിന് നിന്റെ മനസ്സിനെ സൗഖ്യമാക്കാനുണ്ട്. ദൈവത്തിന് നിന്റെ മനസ്സിനെ സൗഖ്യമാക്കാനുണ്ട്. മനസ്സിൻ്റെ സൗഖ്യം. അയ്യോ, ഞാൻ ചതഞ്ഞ് ജീവിക്കുന്നു, ഞാൻ പഴികേട്ട് ജീവിക്കുന്നു, ഞാൻ ദൂഷികേട്ട് ജീവിക്കുന്നു, ഞാൻ പ്രശ്നത്തിൽ കിടന്ന് ജീവിക്കുന്നു, ഞാൻ വിക്ടിമായി ജീവിക്കുന്നു, ഞാൻ അടിമപ്പെട്ട് ജീവിക്കുന്നു. നോ 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 നോ. യേശുവിൻ നാമത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് മനസ്സുള്ളവർ അത് ക്ലിഫ് ഹൗസിലല്ല ഇരിക്കുന്നത്, നിന്റെ വീട്ടിലിരിക്കുന്ന നീ ആയിരിക്കണം. ഏറ്റവും ബെസ്റ്റ് മൈൻഡ്, ഏറ്റവും ബെസ്റ്റ് മൈൻഡ് ആര് കേട്ടു? ഏറ്റവും നല്ല മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ സ്തോത്രം. അതെ, എന്തോ മനസ്സ്, സ്തോത്രം. ഒന്നിനും വഴിമാറാത്ത സിംഹം എന്ന പോലെ യഹൂദ ഗോത്രത്തിൽ സിംഹത്തിൻ്റെ മനസ്സ്. അതുകൊണ്ട് എന്തോ കുന്തം വന്നാലും, എന്തോ പ്രശ്നം വന്നാലും മനസ്സിനെ വിട്ടുകളിക്കല്ല. നിന്റെ മനസ്സ് കർത്താവിൻ്റെ മനസ്സാകട്ടെ. വായി തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ മനസ്സ്. വല്ലവരെയും തലയ്ക്ക് പിടിക്കില്ല. സ്വന്തം കരത്തെ തലമയിൽ വെച്ചിട്ട് പറ, കർത്താവിൻ്റെ മനസ്സ്. കർത്താവിൻ്റെ മനസ്സ്. ആരാ പറയായിരിക്കും, ഇനി എന്തോ പറയാനാ ബ്രദറെ, വയസ്സ് 63, ഇനി എന്തോ മനസ്സാ, ഇനി എന്തോ ജീവിതം. എനിക്ക് ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സംശയമുള്ളൂ, ശവപ്പെട്ടി കറുപ്പ് വേണോ ബ്രൗൺ വേണോ, ഇത് മാത്രമേ എനിക്ക് ഉള്ളൂ. അതെ, സ്തോത്രം. ഇനി എന്തോ ജീവിതം. പക്ഷേ മീറ്റലിയോ യേശുവിൻ്റെ നാമത്തിൽ മൈക്കൽ ആഞ്ചലോ എന്ന ലോകപ്രസിദ്ധനായ ചിത്രകാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് പെയിൻറ്റിങ് പുറത്തെടുത്തത് തൻ്റെ 80ാമത്തെ വയസ്സിന് ശേഷമാണ്. 89 താൻ മരിച്ചു. 80ാമത്തെ വയസ്സിന് ശേഷമാണ് ഏറ്റവും ബെസ്റ്റ് പെയിൻറ്റിങ് താൻ പുറത്തെടുത്തത്. ഏറ്റവും പിന്നെ നിൽക്കുന്ന സന്തോഷപ്രദ ഉൾപ്പെടെ ഉള്ളവർ നോക്കി ഞാൻ പറയട്ടെ, തുടർന്നുള്ള വർഷങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റായി, ഭയങ്കര വിടുതല. ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റുകൾ, ഏറ്റവും ബെസ്റ്റ് പ്രവൃത്തികൾ നിന്നിലൂടെ ദൈവം പുറത്തെടുക്കുവാൻ പോകുന്നു. അവൻ നിന്റെ മനസ്സിന് സൗഖ്യമാകട്ടെ. ബിഥോവനെ കുറിച്ച് ഞാൻ വായിച്ചു. ബെസ്റ്റ് സ്തോത്രം, അതെ, ബെസ്റ്റ് മ്യൂസിക് ഉണ്ടാക്കിയ ബിഥോവൻ, അവൻ സ്തോത്രം ചെകിടനായിരുന്നു. താൻ ഉണ്ടാക്കുന്നതായ മ്യൂസിക് ബോവസ് പ്ലേ ചെയ്യുന്ന എനിക്ക് കേൾക്കാൻ തക്കോണം കഴിയും. പക്ഷേ സ്തോത്രം ബിഥോവന് താൻ ഉണ്ടാക്കുന്നതായ മ്യൂസിക് തനിക്ക് കേൾക്കാൻ തക്കോണം കഴിയത്തില്ലായിരുന്നു. എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല, എനിക്കില്ല, അതുകൊണ്ട് ആർക്കും ഇനി വേണ്ട എന്ന് വിചാരിച്ചല്ല പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞു, ഓഹോ, എനിക്ക് കേൾക്കത്തില്ലയോ, മറ്റുള്ളവർക്ക് കേൾക്കാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടേ പോകുന്നു. ഓ കമാൻ, എനിക്ക് കേൾക്കത്തില്ലയോ, മറ്റുള്ളവർക്ക് കേൾക്കാമല്ലോ, അല്ലേ, മറ്റുള്ളവർക്ക് കേൾക്കാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്റെ മനസ്സ് ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ജർമ്മനിയിൽ ഇരുന്ന് സ്തോത്രം, അതെ, ഹിറ്റ്ലർ പറഞ്ഞു, ലണ്ടൻ മുഴുവൻ ഞാൻ എരിച്ചു കളയും, ഇംഗ്ലണ്ട് മുഴുവൻ ഞാൻ എരിച്ചു കളയും, ലണ്ടൻ മുഴുവൻ ഞാൻ എരിച്ചു കളയും. സ്തോത്രം. ഇംഗ്ലീഷുകാർ മുഴുവൻ വിറച്ചു, പക്ഷെ ഒരാൾ മാത്രം വിറച്ചില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് വിൻസ്റ്റൺ ചർച്ചിൽ.
വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, പോയി പണി നോക്കണോ, പാലം കുരുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല എന്ന ക്രമത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ സ്തോത്രം. അതെ, അന്ന് രാത്രി, അന്ന് വൈകുന്നേരം വിൻസ്റ്റൺ ചർച്ചിൽ സ്തോത്രം ഇംഗ്ലീഷുകാരോട് ഈ പ്രകാരം പറഞ്ഞു, ജയം 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 മാത്രം കണ്ടു പൊരുതുക, ജയം മാത്രം കണ്ടു പൊരുതുക, ജയം മാത്രം കണ്ടു പൊരുതുക. നിനക്ക് നേരെ ശത്രു വാടകോരുമെന്ന് പറയുമ്പോ, നിന്നെ ഒതുക്കുമെന്ന് പറയുമ്പോ, നിന്നെ തീർക്കുമെന്ന് പറയുമ്പോ സ്തോത്രം ജയിപ്പാനായി ജീവിക്കുന്നു, ജയിപ്പാനായി ജീവിക്കുന്നു. ഈ പുസ്തകത്തെ ഞാൻ ഉയർത്തിയെങ്കിൽ പുസ്തകം എന്നെ ഉയർത്തും. ജയിപ്പാനായി ഞാൻ ജീവിക്കുന്നു. സ്തോത്രം. നിന്റെ മനസ്സ് സൗഖ്യമാകട്ടെ. മനസ്സ് സൗഖ്യമായാൽ 12 ചാനലുകളിലൂടെ 12 ചാനലിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം ഒഴുകുക. 3 ചാനലിലൂടെയാണ് ചെറുതോണിയിൽ നിന്ന് അതേ വെള്ളം പുറത്തേക്ക് ഒഴുകിയത് കേരളം കണ്ടത്. പക്ഷേ എൻ്റെ പുസ്തകം പറയുന്നു there are 12 channels for the divine healing. 12 ചാനലുകളുടെ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഒഴുകുവാൻ വേണ്ടി പോകുകയാണ്. ആരും എഴുതിയെടുക്കണമെന്നില്ല. ഈ മെസ്സേജ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടായിരിക്കും. യു ക്യാൻ റൈറ്റ് ലേറ്റർ. പക്ഷേ സ്തോത്രം വളരെ ശ്രദ്ധിക്കുക. 12 അത് ദൈവിക ഗവൺമെന്റിന്റെ സംഖ്യയാണ്. ഹല്ലേലൂയ. ദൈവിക അധികാരത്തിന്റെ സംഖ്യയാണ് സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ നരകം വിറക്കട്ടെ, മനുഷ്യർ ലജ്ജിക്കട്ടെ. ദൈവത്തിന്റെ നാമം നിന്നിലൂടെ മഹത്വമെടുക്കട്ടെ. ദൈവത്തിന്റെ മരുന്ന് കുപ്പി, ഓ ഗോഡ്സ് ഹീലിംഗ് ബോട്ടിൽ, ഓ ദൈവത്തിന്റെ മരുന്ന് കുപ്പി, നീ ദൈവത്തിന്റെ മരുന്ന് കുപ്പിയെന്ന് നിന്നിലൂടെ സൗഖ്യം ഒഴുകട്ടെ. ഹല്ലേലൂയ. ലൂക്കോസ് 4:36 പറയുന്നു, യേശു പറഞ്ഞ സൗഖ്യമാക്കി, യേശു കർത്താവ് പറഞ്ഞ സൗഖ്യമാക്കി. സ്തോത്രം. അതേ മർക്കോസ് 1 അതേ സ്തോത്രം 26 വാക്യം, യേശു പറഞ്ഞപ്പോൾ വിടുതൽ നടന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്നെ നോക്കിയാട്ടെ. നിങ്ങൾ പറയുമ്പോഴും സൗഖ്യമുണ്ട്, നിങ്ങൾ പറയുമ്പോഴും സൗഖ്യമുണ്ട്. പറ, എന്തുകൊണ്ട്? നിങ്ങൾ പറയുമ്പോൾ സൗഖ്യമുണ്ട്. അത് നേരിട്ടാകട്ടെ, ഓവർ ദ ഫോൺ ആകട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിപ്പാൻ പോകുന്നു. ലൂക്കോസ് 4:39 പത്രോസിന്റെ അമ്മായിയമ്മയെ യേശു നോക്കി സൗഖ്യമാക്കി. നിങ്ങൾ നോക്കുമ്പോൾ സൗഖ്യമുണ്ട്. അടുത്തിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, നമ്മൾ നോക്കുമ്പോൾ ശക്തിയുണ്ട്. പറ, നമ്മൾ നോക്കുമ്പോൾ സൗഖ്യമുണ്ട്, നമ്മൾ നോക്കുമ്പോൾ സൗഖ്യമുണ്ട്. നിങ്ങൾ പറയുമ്പോൾ സൗഖ്യമുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ ശക്തി സൗഖ്യമുണ്ട്. സ്തോത്രം. ലൂക്കോസ് 4:40 പറയുന്നു, യേശു തൊട്ടപ്പോൾ സൗഖ്യമുണ്ട്. ആ കൈകളൊന്ന് കാണട്ടെ, ആ കൈകളൊന്ന് കാണട്ടെ, ആ കൈകളൊന്ന് കാണട്ടെ. കപ്പയും മീനും തിന്നാനല്ല ഈ കരങ്ങൾ, ബിരിയാണി തിന്നുന്ന കരങ്ങളല്ല, ഇത് സൗഖ്യത്തിന്റെ കരങ്ങളാണ്. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ ക്യാൻസറുകൾ മറിയും. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ ഊമന്റെ നാവിന്റെ കെട്ടഴിയും. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ കുരുടന്റെ കണ്ണുകൾ തുറക്കും. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ ക്യാൻസറുകൾ മറിയും. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ ബലഹീനതകൾ വിട്ടുപോകും. ഇൻ ജീസസ് നെയിം. യേശുവിൻ നാമത്തിൽ സ്തോത്രം. അതെ, യേശു കർത്താവ് തൊടുമ്പോൾ ശക്തി ഉണ്ടായിരുന്നു. നിങ്ങളും തൊടുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യമുണ്ട്. മർക്കോസ് 5:28-29 പറയുന്നു, അതേ സ്തോത്രം. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പോലും ശക്തിയുണ്ട്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ശക്തിയുണ്ട്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ വസ്ത്രം നിങ്ങളെ മറച്ചിരിക്കുകയാണ്. ഈ നല്ല ഷർട്ടിന് ഒരു നാവുണ്ടായിരുന്നെങ്കിൽ ഈ ഷർട്ട് പറഞ്ഞേനെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എമ്മയും മന്ത്രിയും തന്ത്രിയും അല്ല ഞാൻ മറച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരത്തെയാണ് ഞാൻ മറച്ചിരിക്കുന്നത്. യെസ്, ഈ വസ്ത്രം തൊട്ടാൽ, ഈ വസ്ത്രം തൊട്ടാൽ, ഓ ഹല്ലേലൂയ, ദൈവിക സൗഖ്യമുണ്ട്. വസ്ത്രമുള്ളവർ കരങ്ങളെ അടിച്ചാർപ്പിട്ടേ. കാരണം ഈ വസ്ത്രം മറച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പവർ ഹൗസിലാണ്, ദൈവത്തിന്റെ പവർ ഹൗസിലാണ്. ഒരു കുരുടൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. ആ കുരുടൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ യേശു നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. യോഹന്നാൻ 9:6. ഓ, എന്നിട്ട് അവനോട് പറഞ്ഞു, ശിലോഹാം എന്നറിയപ്പെടുന്ന കുളത്തിൽ പോയി കഴുക. അവൻ പോയി ആ കുളത്തിൽ പോയി കഴുകി. അവന്റെ കണ്ണ് തുറന്നു, അവന്റെ കണ്ണ് തുറന്നു, അവന്റെ കണ്ണ് തുറന്നു. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവനെ നോക്കി, കുരുടാ കുരുടാ എന്ന് ഇനി വിളിക്കരുത്. അവൻ പറയും, പണ്ടായിരുന്നു ഞാൻ കുരുടൻ, ഇനി മേലെ ഞാൻ കുരുടൻ അല്ല. കാരണം യേശു എന്നെ തുപ്പി സൗഖ്യമാക്കി. യേശു എന്നെ തുപ്പി സൗഖ്യമാക്കി. യേശു പറഞ്ഞപ്പോൾ സൗഖ്യം, യേശു നോക്കിയപ്പോൾ സൗഖ്യം, യേശു തൊട്ടപ്പോൾ സൗഖ്യം, യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യം, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ സൗഖ്യം, യേശു തുപ്പിയപ്പോൾ സൗഖ്യം. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു 14:12, യോഹന്നാൻ 14:12, ഓ സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. പറ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. നിങ്ങൾ മിണ്ടുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശു ചെയ്തതിലും അധികം ചെയ്യും. യേശു മരിച്ച 3 പേരെയാണ് അതെ ജീവനിലേക്ക് മടക്കി വരുത്തിയത്. ഓ ജീസസ് റൈസ്ഡ് the 3 people from the dead. യേശു മരിച്ച 3 പേരെ മരണത്തിൽ നിന്ന് വിടുവിച്ചു എങ്കിൽ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അതിൽ കൂടുതൽ ചെയ്യാൻ സ്തോത്രം എനിക്കും നിനക്കും അവൻ പെർമിഷൻ തന്നിരിക്കുകയാണ്. യെസ്,
സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഞാൻ ചെയ്തതിലും അധികം ചെയ്യാം. പത്രോസ് വിശ്വസിച്ചു, അപ്പോസ്തലന്മാർ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവ് അവിടെ മേൽ കടന്നു വന്നു. സ്തോത്രം. വീണ്ടും വേദപുസ്തകം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 5:15 വായിക്കുമ്പോൾ സ്തോത്രം, പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. നിഴലുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. നിഴലുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. വിശ്വാസമുള്ളവർ മറ്റേ കരം കൂടെ ഉയർത്തിയാട്ടെ. വിശ്വസിക്കുന്നവന് നിഴലൊരു ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവന് നിഴലൊരു ശക്തിയുണ്ട്. ഈ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ നിഴൽ തട്ടി ആരെയും സൗഖ്യമാക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, ഇന്ന് പകൽക്കാലം ആ ശക്തിയാൽ ദൈവം തന്നെ നിറച്ചിരിക്കുകയാണ്. വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 5:15 സ്തോത്രം, അതെ, പത്രോസിന്റെ നിഴൽ തട്ടി യെരൂശലേം തെരുവിൽ കിടന്നവർ സൗഖ്യമായി. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 11-12 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫെസോസ് എന്ന പട്ടണത്തിൽ കടന്നുപോയി. പൗലോസിന്റെ റൂമാലൂടെ ഹാൻഡ് കർച്ചീഫിലൂടെ ഗാഡ് പെർഫോംഡ് അൺയൂഷ്വൽ മിറക്കിൾ. അസാമാന്യമായ വീര്യപ്രവൃത്തികളെ ദൈവം ചെയ്തു. അസാമാന്യമായ വീര്യപ്രവൃത്തികളെ ദൈവം പൗലോസിന്റെ റൂമാലൂടെ ചെയ്തു. അസാമാന്യമായ വീര്യപ്രവൃത്തി ആർക്കും വേണ്ടേ? അസാമാന്യമായ വീര്യപ്രവൃത്തി. വിശ്വസിക്കണം, പ്രതീക്ഷിക്കണം, പ്രാർത്ഥിക്കണം. വിശ്വസിക്കണം, പ്രതീക്ഷിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, മൂപ്പന്മാർ കയ്യിൽ എണ്ണയും കൊണ്ട് വീട്ടിൽ വന്ന ആദ്യ 1 നൂറ്റാണ്ടിൽ പ്രാർത്ഥിച്ചു. അവർ കൊണ്ടുവന്ന എണ്ണയിൽ ദൈവശക്തി വ്യാപരിച്ചു. ഞാൻ നിങ്ങളെല്ലാവരെയും എൻകറേജ് ചെയ്യുന്നു. നോക്കിയേ, ഞാൻ നിങ്ങളെല്ലാവരെയും എൻകറേജ് ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലെ TV-ക്ക് റിമോട്ട് കൺട്രോൾ വേണമെന്നല്ല എനിക്ക് ഞാൻ പറയാനുള്ളത്. ആ റിമോട്ട് കൺട്രോൾ കളഞ്ഞു പോകട്ടെ. ആ പേപ്പർ വരാതിരുന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും എല്ലായിടത്തും പ്രാർത്ഥിച്ച എണ്ണയുടെ ഒരു കുപ്പി ഉണ്ടായിരിക്കണം. ഈ കാലയളവിൽ ലോകം മുഴുവൻ രോഗത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ, കേൾക്കുന്ന നിങ്ങൾ, ലോകം മുഴുവൻ രോഗത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ ആരേലും രോഗികളെ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കേലും രോഗം വന്നാൽ ഉടനെ മറ്റേ ഡോക്ടറുടെ ഫോൺ നമ്പർ അല്ല തപ്പേണ്ടത്. ആ ബോട്ടിൽ തുറന്ന അപ്പനും മമ്മിയുമായി ആ എണ്ണയെടുത്ത് ആ കുഞ്ഞിൻമേൽ വെച്ച് പ്രാർത്ഥിക്കട്ടെ. കമാൺ പ്രാർത്ഥിക്കട്ടെ. ആരാ കൈയടിച്ച് നിർത്തിയത്? ആരാ കൈയടിച്ച് നിർത്തിയേ? കൈയടിച്ച് തുടങ്ങിയോണ്ട്. ഓ സൗഖ്യദായകൻ എൻ യേശു, ആടിപ്പീണരാൽ സൗഖ്യം നൽകി. യേശു പറയുമ്പോൾ ശക്തി, യേശു നോക്കുമ്പോൾ ശക്തി, യേശു തൊടുമ്പോൾ ശക്തി, യേശുവിനെ തൊടുമ്പോൾ ശക്തി, യേശുവിന്റെ വസ്ത്രത്തിന്റെ ശക്തി, യേശുവിന്റെ ഉമിനീരിൽ ശക്തി. നിങ്ങൾക്ക് മക്കളെ, സ്തോത്രം, പത്രോസിന്റെ ഷാഡയിൽ ശക്തി, പത്രോസിന്റെ നിഴലിൽ ശക്തി, പൗലോസിന്റെ റൂമാലിൽ ശക്തി. സ്തോത്രം. അതേ, മൂപ്പന്മാർ കൊണ്ടുവരുന്ന പ്രയർ ഓയിൽ, ആ പ്രാർത്ഥന എണ്ണയിൽ ശക്തി. യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിലായിരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, എൻ്റെ പപ്പ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞാൻ ഞരങ്ങുമ്പോഴാണ് ഈ ദൂത് എന്നോട് പറഞ്ഞത്. കാരണം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, സ്തോത്രം, അതെ, നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴല്ല പലതിനു വേണ്ടി ദൈവം ഒരുക്കുന്നത്. ഹല്ലേലൂയ. ഒരു ആയുർവേദത്തിൻ്റെ കുറച്ച് മരുന്നെടുത്ത് അതിനെ ഇടിച്ച് ചതയ്ക്കുന്നത് പോലെ ഒരു ചതവിലൂടെ നീ പോകുമ്പോഴാണ് അതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തോ വലുതിന് വേണ്ടി സൂപ്പർ നാച്ചുറലി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം തന്നെ ഒരുക്കുന്നത്. സ്തോത്രം. മറ്റൊരു ചാനലാണ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. മത്തായി സുവിശേഷം 17:21 യേശു കർത്താവ് പറഞ്ഞു, ഈ ജാതി ഉപവാസത്തിലും പ്രാർത്ഥനയാലും മാറിപ്പോകുന്നില്ല. ഏതോ വിഷയങ്ങൾക്കായി, പ്രത്യേകിച്ച് സൗഖ്യത്തിനായി നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചവരാണ്. സമയം നോക്കാതെ ഉപവസിച്ചു, ആരോഗ്യം നോക്കാതെ ഉപവസിച്ചു, സമയം നോക്കാതെ ഉപവസിച്ചു. റാൻഡം സിറ്റിയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ബെസ്റ്റ് ഫുഡ് നിങ്ങൾക്ക് കഴിക്കാമായിരുന്നു. അത് മുഴുവൻ മാറ്റിവെച്ച് നിങ്ങൾ ഉപവസിച്ചു. മനുഷ്യൻ അതറിയത്തില്ല, ദൈവത്തിന് അതറിയാം. ദൈവം പറയുന്നു, നീ രഹസ്യത്തിൽ ഉപവസിച്ചു, ഞാൻ പരസ്യത്തിൽ അതിന് പ്രതിഫലം തരാം. ഉപവസിച്ച് പ്രാർത്ഥിച്ചു എങ്കിൽ നിശ്ചയമായി ദൈവശക്തി നിന്നിലൂടെ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊരു കാര്യമാണ്, സ്തോത്രം, സൗഖ്യത്തിന്റെ വചനം, പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ്. സദൃശവാക്യം 18:20 പറയുന്നു, മരണവും ജീവനും, ബാക്കി പറ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലത്തെ അനുഭവിക്കുക. സൗഖ്യം പറഞ്ഞാട്ടെ, ആ ദീർഘായുസ് പറഞ്ഞാട്ടെ, ആരോഗ്യം പറഞ്ഞാട്ടെ, പിള്ളേരെ ചേർത്ത് വെച്ച് സ്തോത്രം, അതേ, വിടുതൽ പറഞ്ഞാട്ടെ, പ്രിയപ്പെട്ടവരെ നോക്കി സൗഖ്യം പറഞ്ഞാട്ടെ, ആരോഗ്യം പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ഞാൻ നിർത്തി 12ാമതായി താങ്ക്സ് ഗിവിംഗ്. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക്സ് ഗിവിംഗ്. അതേ, സ്തോത്രം, നന്ദി പറഞ്ഞാട്ടെ. നന്ദി വിടുതലുകളെ കൊണ്ടുവരുന്നു.
നന്ദി അത്ഭുതത്തെ കൊണ്ടുവരുന്നു. യോഹന്നാൻ 6, യോഹന്നാൻ 11. യോഹന്നാൻ 6 എന്താ നടന്നത്? 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. മക്കളെ നോക്കിയേ, 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. അത് യവന് പോലും തികയത്തില്ല, ഒരുത്തിന് പോലും തികയത്തില്ല. 5 അപ്പവും 2 മീന് ഒരാളിന് പോലും തികയത്തില്ല. പക്ഷെ കർത്താവ് അതിനെ എടുത്തു വെച്ച് സ്വർഗത്തേക്ക് നോക്കി കർത്താവ് പിതാവായ ദൈവത്തെ വാഴ്ത്തി പിതാവിനെ നന്ദി പറഞ്ഞു. നന്ദി പറയോ? സ്തോത്രം. ഇവൻസ് പ്രാർത്ഥിച്ചു. നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുന്ന കണ്ട് ഞാൻ വല്ലാതെ ദുഃഖിച്ചു. നന്ദി പറയുന്നവരായിരിക്കും. നന്ദി പറയണം. ഒമിക്രോൺ കൊല്ലാത്തതിന് നന്ദി പറ. കൊറോണ ശവപ്പറമ്പിലേക്ക് എറിഞ്ഞു കളയാത്തതിന് നന്ദി പറ. വെന്റിലേറ്റർ തുറന്ന് കിടന്ന് പിടയ്ക്കാതിരിക്കുന്നതിന് നന്ദി പറ. ഇത്രത്തോളം എണ്ണത്തിൽ കുറയാതെ വണ്ണം ദൈവം സൂക്ഷിച്ചത് നന്ദി പറഞ്ഞോട്ടെ. ആ നന്ദി പറയുമ്പോൾ ഒരു വർധനവുണ്ട്. പോരാ, ആ നന്ദി പറയുന്നതിൽ ഒരു വർധനവുണ്ട്. നന്ദി പറയുന്നതിൽ ലാസറിന്റെ കല്ലറയ്ക്കരികിൽ നിന്നിട്ട് പിതാവേ ഒന്ന് കേട്ടോളണേ എന്നല്ല പറഞ്ഞത്. പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടോളണേ എന്നല്ല പറഞ്ഞത്. പിതാവേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവൻ നന്ദി പറഞ്ഞു. ചത്ത് നാറിയിരുന്നവൻ ജീവനോടെ പുറത്തു വന്നു. ഇന്ന് പകൽക്കാലം ആരൊക്കെയോ പുറത്തു വരുവാൻ പോകുന്നു. ഇന്ന് പകൽ എൻ്റെ ലാസർ പുറത്തു വരുവാൻ പോകുന്നു. നിന്റെ ലാസർ പുറത്തു വരുവാൻ പോകുന്നു. ആ രോഗം വിട്ടുമാറി പുറത്തു വരുവാൻ പോകുന്നു. നീ പിശാചിന്റെ വേസ്റ്റ് ബോക്സ് അല്ല, ദൈവത്തിന്റെ മരുന്ന് കുപ്പിയാണ്. ദൈവത്തിന്റെ മരുന്ന് കുപ്പികൾ ദൈവത്തെ സ്തുതിക്കട്ടെ. കമാൻ വിശ്വാസി, ഓ കമാൻ. കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ദൈവത്തിന്റെ മരുന്ന് കുപ്പി ദൈവത്തെ സ്തുതിച്ചാണ്. ഓ കരങ്ങളെ അടിച്ച്, 2 കരങ്ങളെ ഉയർത്തി, കരങ്ങളെ അടിച്ച് ആ കരങ്ങളെ തുറന്ന് സൗഖ്യദായകൻ എൻ യേശു ആടിപ്പിടരാൽ സൗഖ്യം നൽകി. സൗഖ്യദായകൻ എൻ യേശു ആടിപ്പിടരാൻ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവി. ഇനി കരങ്ങൾ ഉയർത്തി യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ. ദൈവ കുഞ്ഞാടേ നീ. 2 കരങ്ങളെ ഉയർത്തി വീട്ടിലിരിക്കുന്നവരെ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ. കരങ്ങളെ ഉയർത്തി ആരാധിക്കുക. കരങ്ങളെ ഉയർത്തി അന്യഭാഷകളിൽ പാടേണ്ടവർ പാടിയാട്ടെ, സ്തുതിക്കേണ്ടവർ സ്തുതിച്ചാട്ടെ. ദൈവശക്തി നിങ്ങളുടെ മേൽ കടന്നു വരിക. ദൈവാഭിഷേകത്താൽ അവൻ നിങ്ങളെ നിറയ്ക്കുന്ന. കമാൻ, 2 കരങ്ങളെ ഉയർത്തി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ഒന്നുകിൽ ഒരു സൗഖ്യം നീ ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ 10,000 സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ സൗഖ്യം നിന്റെ മേൽ കടന്നു വരിക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. fill the people with your power. ദൈവശക്തിയാണ് ഈ ജനത്തെ നിറയ്ക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും ഞാൻ ശാസിക്കുന്നു. എല്ലാ ക്യാൻസറുകളും യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ ആർത്രൈറ്റിസിനും യേശുവിൻ നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു. എല്ലാ മൈഗ്രെയിൻ തലവേദനകളെ യേശുവിൻ നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു. ആന്തരിക രോഗങ്ങളെ യേശുവിൻ നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു.
എല്ലാ അസ്ഥിവേദനകളെ യേശുവിൻ നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു. സകല ഡിസബിലിറ്റിയെ യേശുവിൻ നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു. Every disability and infirmity I bind you in Jesus name. In the name of Jesus. എല്ലാ രോഗങ്ങളെയും ഇന്ന് പകൽ ശാസിച്ചു മാറ്റുന്നു. സൗഖ്യമാകും, സൗഖ്യമാകും. അവങ്ങളിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. യെസ് 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 യെസ്. കണ്ണുകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കാഴ്ച പ്രാപിക്കുക, കാഴ്ച പ്രാപിക്കുക. അടഞ്ഞിരിക്കുന്ന ചെവികൾ തുറക്കട്ടെ. ഓ, തുറന്നു വരിക യേശുവിൻ നാമത്തിൽ. നാവുകൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. In Jesus name, in Jesus name, in Jesus name. എല്ലാ ക്യാൻസറുകൾ വിട്ടുപോകട്ടെ, എല്ലാ അൾസറുകൾ മാറിപ്പോകട്ടെ, സകല ബലഹീനതകൾ നീങ്ങിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Yes Lord, yes Lord, yes Lord. കരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധിക്കുക. നൂറുകണക്കിന് വ്യക്തികൾ ഇന്ന് പകൽ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ സൗഖ്യമായി കൊണ്ടിരിക്കുന്നു. ഈ ഹാളിലായിരിക്കുന്ന എല്ലാവരും ആത്മനിർവൽ 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 ആത്മനിർവൽ. തലയ്ക്ക് മുകളിൽ നിർബന്ധമായ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. നിർബന്ധമായ കണ്ണുകൾ അടച്ച് കരങ്ങളെ ഉയർത്തി. പല സ്പീഷ്യസിന്, പല ആനിമൽസിന്, പല ജന്തുക്കൾക്ക് വംശനാശം സംഭവിക്കുന്നത് പോലെ വേദപുസ്തകത്തിലെ ശുശ്രൂഷകൾക്ക് പലതിനും മൂല്യച്യുതി സംഭവിക്കുന്ന ഈ നാളുകളിൽ, ഈ തലമുറയിൽ ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി നിന്ന് മോശ കൂട്ട സൗഖ്യം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി വരുന്ന ജനത്തിൽ കണ്ടു. കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറ, എനിക്കത് കാണണം. യെസ് യെസ് യെസ്. പത്രോസ് യെരുശലേമിൽ അത് കണ്ടു. പൗലോസ് തെസ്സലോനിയയിലും എഫെസസിലും കൊരിന്തിലുമൊക്കെ താൻ പോയിടത്ത് കണ്ടു. രണ്ട് കരങ്ങളെ ഉയർത്തി, രണ്ട് മുന്നിട്ട്. നിലവിളിക്കേണ്ടവർ നിലവിളിക്കട്ടെ, ദാഹിക്കേണ്ടവർ ദാഹിക്കട്ടെ, ചോദിക്കേണ്ടവർ ചോദിച്ചേ. ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്. സൗഖ്യത്തിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം. ഇന്നു മുതൽ കീബോർഡിൽ കൈവയ്ക്കുമ്പോൾ ജനം സൗഖ്യമാകട്ടെ. ഇന്നു മുതൽ നിന്റെ പാട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ജനം സൗഖ്യമാകട്ടെ. ഇന്നു മുതൽ നീ കൈവയ്ക്കുമ്പോൾ ജനം സൗഖ്യമാകട്ടെ. 12 ചാനലുകൾ തുറക്കട്ടെ. നിന്റെ ഉള്ളിലിരിക്കുന്ന യഹോവ റാഫയുടെ 12 ചാനലുകൾ നിന്നിൽ തുറക്കട്ടെ. കമാൺ, ആരും മിണ്ടാതെ നിൽക്കരുത്. വാ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ആ പിൻപിൽ നിൽക്കുന്നവർ ഉൾപ്പെടെ എത്രത്തോളം ശബ്ദം ഉയർത്താൻ മാത്രത്തോളം ശബ്ദം ഉയർത്തി. യെസ് 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 യെസ്. വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്. എല്ലാ കുഞ്ഞിലേക്ക്, എല്ലാ സഹോദരനിലേക്ക്, എല്ലാ സഹോദരിയിലേക്ക്, എല്ലാ സഹോദരിയിലേക്ക്, എല്ലാ ദൈവദാസിലേക്ക്, ദൈവദാസിയിലേക്ക്. ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് അനോയിന്റിംഗ്. സൗഖ്യത്തിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം. അടഞ്ഞ ഉറവകൾ തുറക്കട്ടെ, അടഞ്ഞ ഉറവകൾ തുറക്കട്ടെ. നിന്നുപോയി അഭിഷേകം ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. നിന്നുപോയി അഭിഷേകം ജ്വലിക്കട്ടെ. തലയ്ക്ക് മുകളിൽ 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും 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 അന്യഭാഷയിൽ, മലയാളമല്ല, സ്തോത്രമല്ല, ഹല്ലേലൂയ അല്ല. നീ പറയുമ്പോൾ ശക്തി, നീ പോകുമ്പോൾ ശക്തി,
നീ പറയുമ്പോൾ ശക്തി, നീ നോക്കുമ്പോൾ ശക്തി, നീ തൊടുമ്പോൾ ശക്തി, നിന്നെ തൊടുമ്പോൾ ശക്തി, നിന്റെ വസ്ത്രത്തിൽ ശക്തി, നിന്റെ നിഴലിൽ ശക്തി, നിന്റെ റൂമാലിൽ ശക്തി. ഓ, നീ പ്രാർത്ഥിച്ചു വെക്കുന്ന എണ്ണമേൽ ദൈവശക്തി. ജീവനും സാന്നിധ്യം നീ, തേജസ്സും നീ, തൃപ്പാദമെൻ പാർപ്പിടമാ. അവസാനമായ ആരാധന. ഒരു മിനിറ്റ് കൂടെ കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് നിങ്ങളെവിടെ നിന്നാലും ആരും കുനിഞ്ഞു നിൽക്കരുതേ. സ്വർഗത്തിലേക്ക് നോക്കിയാണ്. ഐ ബിലീവ് ഒരു വിത്ത് നിന്റെ ഉള്ളിൽ ഇന്ന് പകൽ ദൈവം നട്ടിരിക്കുന്നു. ഒരു വിത്ത്, an impartation. ദൈവം നിന്റെ ഉള്ളിൽ നട്ടിരിക്കുന്നു. പലരും ദൈവത്തിൽ നിന്ന് മേടിച്ചു, പക്ഷെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവം കരയുകയാണ്. പലരും നഷ്ടപ്പെടുത്തി കളഞ്ഞു. നല്ല പകൽ പരിശുദ്ധാത്മാവിൽ ഞാനിങ്ങനെ ചോദിക്കട്ടെ, ദൈവത്തിന് നിന്നെ ട്രസ്റ്റ് ചെയ്യാമോ? ദൈവത്തിന് നിന്നെ ട്രസ്റ്റ് ചെയ്യാമോ? നീ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നോ? നല്ലത്. പക്ഷേ ദൈവം നിനക്ക് താലന്ത നൽകുമ്പോൾ, ദൈവം നിനക്ക് അഭിഷേകം തരുമ്പോൾ, ദൈവം നിനക്ക് ശുശ്രൂഷ തരുമ്പോൾ, ദൈവത്തിന് നിന്നെ ട്രസ്റ്റ് ചെയ്യാമോ? പറ പറ, നിലവിളിച്ച് പറ, കണ്ണുനീരോടെ പറ പറ. കർത്താവ് ചോദിക്കുക, can I trust you? Can I trust you? What's your response? Tell him. സഭയെ എല്ലാവരും പറയട്ടെ, ഉപയോഗിക്കും കർത്താവേ, ഉപയോഗിക്കും കർത്താവേ, ഉപയോഗിക്കും കർത്താവേ. ദൈവത്തിൻ്റെ മെഡിസിൻ ബോട്ടിലായി ഉപയോഗിക്കും കർത്താവേ. മനസ്സിനും സൗഖ്യം, അതിലുപരി ആത്മാവിന് സൗഖ്യം, ശരീരത്തിനും സൗഖ്യം. ആത്മാവിന് സൗഖ്യം, മനസ്സിന് സൗഖ്യം, ശരീരത്തിനും സൗഖ്യം. ആത്മാവിന് സൗഖ്യം, മനസ്സിന് സൗഖ്യം, ശരീരത്തിനും സൗഖ്യം. ദൈവത്തിൻ്റെ മെഡിസിൻ ബോർഡ്, സൗഖ്യത്തിൻ്റെ എണ്ണ ഒഴുകട്ടെ, സൗഖ്യത്തിൻ്റെ സുഗന്ധം വ്യാപരിക്കട്ടെ. ദൈവിക സ്വസ്ഥത, ദൈവിക സ്വസ്ഥത, ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. ആകയാൽ മകളെ, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക.
We don't have silver or gold, but we give you what we have. In the name of Jesus, receive your healing. In the name of Jesus, receive your healing. പിതാവെ, നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. നിന്റെ ജനത്തെ ദൈവത്തിൻ്റെ കൃപയിൽ പ്രയോജനപ്പെടുത്തും. അങ്ങയുടെ നാമത്തെ ഓരോ കുടുംബങ്ങളിൽ, ഓരോ വ്യക്തികളിൽ അവിടുന്ന് മഹത്വപ്പെടുത്തും. ഈ ആഴ്ച മുഴുവൻ അനുഗ്രഹത്തിൻ്റെയും മറുപടിയുടെയും ദൈവിക ക്രമീകരണങ്ങളുടെയും ആഴ്ചയാക്കി അവിടുന്ന് തീർക്കും. അങ്ങയുടെ അത്യുന്നത നാമം സകല വിഷയങ്ങളിൽ മഹത്വം കൊടുക്കുവാൻ സഹായിക്കും. ലോകം മുഴുവൻ ബലഹീനരിലും രോഗത്തിലും ജനം കഷ്ടപ്പെടുമ്പോൾ അങ്ങേ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വലിയ അന്തരം നിന്റെ മക്കളിലൂടെ അവിടുന്ന് പുറത്തെടുക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും, അനുഗ്രഹ വിഷയമാക്കും. എല്ലാ മഹത്വമായിട്ട് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.